ലോർഡ്. സന്തോഷത്തോടെ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അനുഗ്രഹീതമായ നല്ല സന്ധ്യയുടെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ പ്രാവശ്യത്തെ UK യാത്രയിൽ നിങ്ങളെ കാണുവാൻ, പരിചയപ്പെടുവാൻ, നിങ്ങളോട് ഒരുമിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാനുമൊക്കെ കർത്താവ് അവസരം നൽകി. പല പ്രാവശ്യം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് അവസരം നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ നിരന്തരമായ അവസരങ്ങൾ ഈ സഭ നൽകിയത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും പ്രത്യേകിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കൈമാറുന്നു. നിങ്ങളെല്ലാവരെയും പേര് പറഞ്ഞ് വന്ദനം ചെയ്യണമെന്നുണ്ട്, എന്നാൽ ഞാനതിന് തുനിയുന്നില്ല. കർത്താവിൻ്റെ ദാസനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യത്തെ യാത്രയിൽ കഴിഞ്ഞ പ്രാവശ്യം ജിബിൻ ബ്രദറിനോട് ഒരുമിച്ച് താമസിച്ചു. ഈ പ്രാവശ്യം സ്റ്റീഫൻ ജാനോട് ഒരുമിച്ച് താമസിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. പ്രിയപ്പെട്ടവർ, എന്നെ ന്യൂ പോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരുവാനൊക്കെ കരുതൽ കാണിച്ചു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഈ ഓഗസ്റ്റ് 15 പ്രഭാതത്തിൽ ഞാൻ ഈ രാജ്യത്തു നിന്ന് മടങ്ങിപ്പോകുന്നു. ഇനി ഈ രാജ്യത്തേക്ക് എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. അവസരമൊരുക്കുന്നെങ്കിൽ നിങ്ങളോടൊരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് അവസരങ്ങൾ നൽകട്ടെ. ഇല്ല എങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കാം, ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ കുടുംബസ്ഥനാണ്, കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് അതൊന്നും പറയാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് വെറുതെയല്ല. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം സാക്ഷാൽ മാനുഷിക വചനമായിട്ടല്ല, സാക്ഷാൽ ആയിരിക്കുന്നത് പോലെ തന്നെ ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം മാനുഷിക വാക്കുകളായിട്ടല്ല, മനുഷ്യൻ്റെ വാക്കുകളായിട്ടല്ല, പകരം സാക്ഷാൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തെസ്സലോനിക്ക സഭ കേട്ട ദൈവവചനം എങ്ങനെയാണ് കൈക്കൊണ്ടത്? ദൈവവചനമായിട്ട് തന്നെ, മനുഷ്യൻ്റെ വാക്കല്ല, പൗലോസിൻ്റെ പ്രസംഗം എന്നല്ല, സൈമൺ പാസ്റ്റർ പ്രസംഗം എന്നല്ല, ജോൺസൺ പാസ്റ്റർ പ്രസംഗം എന്നല്ല, പകരം ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നുള്ള നിലയിൽ കൈക്കൊണ്ടതിനാൽ നിങ്ങളെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പൗലോസ് നിർത്തിയില്ല. അടുത്ത പദത്തിൽ പൗലോസ് പറയാ, വിശ്വസിക്കുന്ന നിങ്ങളിൽ അതെന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പം കേൾക്കുക മാത്രമല്ല, വിശ്വസിക്കുന്ന നിങ്ങളിൽ അതെന്തോ ചെയ്യുന്നു? വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പദം എനർഗയോ എന്ന പദമാണ്. എനർഗയോ എന്ന പദത്തിൻ്റെ അർത്ഥം സൂപ്പർ നാച്ചുറൽ പവർ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവരിൽ ദൈവത്തിൻ്റെ വചനം എന്താകുന്നു എന്ന് പറഞ്ഞ് സൂപ്പർ നാച്ചുറൽ പവറായിട്ട് വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സാധാരണ കാര്യമായിട്ടല്ല, സൂപ്പർ നാച്ചുറൽ പവർ. എന്താ അതുകൊണ്ട് ഉള്ള അർത്ഥം? അതുകൊണ്ട് എന്താ സംഭവിക്കുവാൻ പോകുന്നത് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ വചനം സൂപ്പർ നാച്ചുറൽ പവറായി. എനർഗയോ എന്ന പദം, എനർഗയ എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു അമാനുഷിക ശക്തിയായി വിശ്വസിക്കുന്നവരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്നറിയാമോ? യേശു കർത്താവ് ഒരുത്തൻ്റെ അടുക്കൽ വന്നു. യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. അവൻ ഊമനും
ചെകിടനുമായ ഒരു മനുഷ്യനാണ്. എന്താ അവൻ്റെ പ്രത്യേകത? അവൻ ഊമനാണ്, സംസാരിക്കുകയില്ല, ചെവി കേൾക്കുകയില്ല. യേശു കർത്താവ് അവനോട് സൗഖ്യമാകട്ടെ എന്നല്ല പറഞ്ഞത്, അവൻ്റെ ചെവിക്കകത്തോട്ട് രണ്ട് വിരലെടുത്ത് വിരലും രണ്ട് ചെവിക്കകത്തോട്ട് അങ്ങ് തിരികെ കയറ്റി. ഒന്നാമത് അവന് ചെവി കേൾക്കുകയില്ല. പിന്നെ ഉള്ള ഹോളിനകത്തോട്ട് യേശുവിൻ്റെ വിരലൂടെ തിരികെ കയറ്റിയ ഒരു പദം പറഞ്ഞു, യഫദാ. യേശു കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കാത്ത ചെവിക്കകത്തേക്ക് അവനോട് പറയുക, തുറന്നു വരട്ടെ എന്ന്. അവനോടാണ് പറഞ്ഞ, പ്രകൃതിയോടല്ല പറഞ്ഞത്, അടുത്ത് നിൽക്കുന്നവരോടല്ല പറഞ്ഞത്, കേൾക്കാൻ കഴിയാത്തവനോട് പറയുകയാണ്, തുറന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവനിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറായി വ്യാപരിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ചെവി തുറന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കാൻ പോകുന്നത് അവൻ ഒരു അസാധാരണമായ രീതിയിലായിരിക്കും. ഹല്ലേലൂയ. എത്രവർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവമക്കളെ, യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാമത്തെ അധ്യായം നമുക്കറിയാമല്ലോ. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത ഡ്രൈ ബോൺ വാലിയാണ്. ഡ്രൈ ബോൺ വാലി. ആമേൻ. എന്താ പറയുക? ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര. അതിനകത്ത് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന അവസ്ഥയാണ്. ജീവനില്ല, ത്വക്കില്ല, ആമേൻ, മാംസമില്ല, ഞരമ്പില്ല, കേൾക്കാനുള്ള ചെവിയില്ല. പ്രവാചകനോട് പറയുക, നീ കാറ്റുകളോട് പ്രവചിക്കുക, ഈ നിഹിതന്മാരുടെ മേൽ ഊതേണ്ടതിന്. അവൻ കാറ്റുകളോട് പ്രവചിച്ചപ്പോൾ യഹോവയുടെ ആത്മാവ്, ആമേൻ, അതിൻ്റെ മേൽ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവിടെ വ്യാപരിക്കുമ്പോൾ എഴുന്നേറ്റ് വന്നത് ഒരു അസ്ഥിയല്ല, പകരം ഒരു സൈന്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു പകലിൽ? ഈ പകലിൽ പ്രത്യാശ ഇല്ലാതിരിക്കുന്ന, സാധ്യതയില്ലാതിരിക്കുന്ന, അസാധ്യതകളുടെ അസ്ഥിത്താഴ്വരയ്ക്കകത്തു നിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാനുള്ള കരുത്ത് അവൻ്റെ വചനത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട് ഇന്ന് പകലിൽ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിർജീവത്വങ്ങൾ ഇന്ന് പകൽ വഴിമാറും യേശുവിൻ്റെ നാമത്തിൽ. അസാധ്യതകൾ ഇന്ന് പകൽ വഴിമാറും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ അത് നിന്റെ മുൻപാകെ, നിന്റെ ജീവിതത്തിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്, വചനത്താൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അത് അനുഭവിക്കാൻ ഹൃദയങ്ങൾ ഒരു നിമിഷം എല്ലാവരും ഏകാഗ്രമാക്കിക്കാട്ടെ. തിരുവെഴുത്തിന് മുൻപാകെ നമ്മൾ ഇരിക്കുകയോ. ഇത് മാനുഷിക വചനമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അവൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകലിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ശക്തിയായി, പവറായി വ്യാപരിച്ചിട്ട് അസാധ്യതകൾ, തടസ്സങ്ങൾ വഴിമാറുവാൻ അടഞ്ഞു കിടക്കുന്ന ചെവിക്കകത്തേക്ക് തുളച്ചിറങ്ങിയതുപോലെ, അസ്ഥി താഴ്വരയിലേക്ക് ആഞ്ഞടിച്ചതുപോലെ ഇന്ന് ഈ പകലിൽ വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തി, നടക്കത്തില്ലെന്ന് ശത്രു വിധി എഴുതി, പുറത്തു വരത്തില്ലെന്ന് ശത്രു വിധി എഴുതി, തകർത്തിട്ടിരിക്കുന്ന അസ്ഥികളുടെ നടുവിൽ നിന്ന് ഒരു സൈന്യം എഴുന്നേൽക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഈ പകൽ പുറത്തു വരേണ്ടതിന് യേശുവിൻ ആമേൻ. ഓ ഹല്ലേലൂയ. ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ചില നിമിഷങ്ങൾ അധരങ്ങളൊന്ന് ചലിക്കട്ടെ വചനത്തിന്റെ ശക്തിക്ക്. Glory, hallelujah, hallelujah, hallelujah. നമുക്ക് ആമേൻ പാടിയ പാട്ട് മറക്കരുത്. നീറുന്ന ശോധനയിൽ താങ്ങിടുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. എല്ലാവരും കൈവിട്ടാലും ഇന്ന് പകൽ ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം നിനക്ക് വേണ്ടി ചലിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ. ശതാധിപൻ പറഞ്ഞ വാക്ക് മറക്കരുത്. യേശുവേ, നീ എൻ്റെ പുരയ്ക്കകത്തു വരാൻ
ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നീ എൻ്റെ പുരക്കകത്തോട്ടൊന്നും വരണ്ട. പക്ഷെ ഇന്ന് പകലിൽ ഒരു വാക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ട അവൻ എൻ്റെ ബാല്യക്കാരൻ മരിച്ചവനാണെങ്കിലും പ്രശ്നമില്ല. അവനെ മരണത്തിനകത്ത് നിന്ന് അവനെ അകത്തേക്ക് വ്യാപരിക്കുന്ന ജീവൻ കൊണ്ട് അവൻ പുറത്തു വരും. അതെ, ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ഈ സഭായോഗത്തിൽ നിനക്ക് വേണ്ടി മാത്രം ഒരു വാക്ക് അവനിൽ നിന്ന് പുറപ്പെടട്ടെ, അവനിൽ നിന്ന് പുറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാക്ക് വെളിപ്പെടുമെന്ന്. വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ച സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വേദപുസ്തകം തുറന്ന് 68-ാം സങ്കീർത്തനം 25, 26, 27 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധി വായിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ പകലിൽ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വാക്യം വായിക്കാമോ? സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അടുത്തത്, ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ നിങ്ങളുടെ സഭായോഗങ്ങളിൽ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ. അടുത്ത പദം, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചിന്ത, അല്ലെങ്കിൽ ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം പഴയ നിയമസഭയുടെ, വേദപുസ്തകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ മരുഭൂമിയിലെ സഭയുടെ, വേദപുസ്തകത്തിൽ പഴയ നിയമസഭയെ ഉപയോഗിച്ചിരിക്കുന്ന ചേർച്ച് ഇൻ വിൽഡർനെസ് എന്നാണ്, മരുഭൂമിയിലെ സഭ. മരുഭൂമിയിലെ സഭയുടെ സഭായോഗം നടക്കുകയാണ്. ആ സഭായോഗത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവ് എഴുതുകയാണ്. എന്നിട്ട് എഴുതി വരുമ്പോൾ അവിടെ വായിക്കുന്ന വീണക്കാർ മുമ്പിൽ നടന്നു, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിന്നിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകുമാർ ഇരുപുറവും നടന്നു. അപ്പോൾ ആ യോഗത്തിൻ്റെ, ആ സഭായോഗത്തിൻ്റെ സ്റ്റൈൽ, പാറ്റേൺ പരിശുദ്ധാത്മാവ് എഴുതി വെക്കുകയാണ്. എന്നിട്ട് ആ സഭായോഗത്തിനകത്തേക്ക് 2 ദൃഷ്ടികൾ ഇറങ്ങി വരുന്നു. ആരുടേതാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ. ഈ പകൽ നമ്മൾ ഒരു കാര്യം അറിയണം, നമ്മുടെ സഭായോഗങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് സഭായോഗത്തിലേക്ക് ദൃഷ്ടി പായിച്ചിട്ട് പറയുകയാണ്, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. യഹൂദ പ്രഭുക്കന്മാരുണ്ട്, സെബുലൂൻ പ്രഭുക്കന്മാരുണ്ട്, നഫ്താലി പ്രഭുക്കന്മാരുണ്ട്. ആ സഭായോഗത്തിൽ യഥാർത്ഥത്തിൽ 4 ഗോത്രങ്ങളുടെ പേരാണ് പറഞ്ഞത്, അല്ലേ? 4, യഹൂദ, നഫ്താലി, സെബുലൂൻ, ബെന്യാമീൻ. 4 ഗോത്രമാണോ ദൈവത്തെ ആരാധിക്കുന്നത്? അല്ല. ഇസ്രായേൽ ജനത്തിൻ്റെ സഭായോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും സമാഗമന കൂടാരത്തിൽ വരണമെന്നുള്ളതാണ്. അപ്പോൾ 12 ഗോത്രവും ആ യോഗത്തിനുണ്ട്. 12 ഗോത്രം ആ യോഗത്തിനുണ്ട്. പക്ഷെ 12 ഗോത്രത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവ് പരാമർശിച്ചില്ല. അപ്പോൾ 12 ഗോത്രം, അപ്പോൾ യഹൂദ ഗോത്രവും അവരുടെ സംഘവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഗോത്രത്തിനകത്ത് ഉള്ള സകല ജനവും, അത് ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓരോ ഗോത്രവും ഗോത്ര അടിസ്ഥാനത്തിൽ, കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരനിരയായിട്ട് ദൈവസന്നിധിയിൽ വരികയാണ്.
ആലയത്തിൻ്റെ ക്രമീകരണം നമുക്കറിയാം. പ്രാകാരം വേർതിരിക്കുന്നു. പുരുഷ പ്രാകാരമുണ്ട്, സ്ത്രീ പ്രാകാരമുണ്ട്, ജാതീയ പ്രാകാരമുണ്ട്. ഇതിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണ് എല്ലാവരും സഭായോഗത്തിൽ കൂടി വരുന്നത്. ആ കൂടി വരുന്ന സഭായോഗത്തിലേക്ക് ദൃഷ്ടി പായിച്ചിട്ട് സ്വർഗത്തിലെ ദൈവം ഓരോ ഗോത്രങ്ങളുടെയും പേര് വിളിച്ചു പറയുന്നില്ല. പ്രത്യുത ചിലരുടെ പേര് മാത്രം ദൈവാത്മാവ് ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരെയും ഒന്നും ദൈവം കാണുന്നില്ല. എല്ലാവരും അവിടെ ഉണ്ട്, എല്ലാവരെയും ദൈവം നോക്കുന്നുമുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, എന്നാൽ എല്ലാവരെയും ദൈവം പ്രശംസിക്കുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം കാണുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ കാണുന്നെന്ന് പറഞ്ഞതോ, അവൻ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാവരുമുണ്ട്. പക്ഷെ പ്രശംസനീയമായ നിലയിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവാത്മാവ് അങ്ങനെ എഴുതി? അവൻ ദൈവസന്നിധിയിൽ വരുന്ന എല്ലാവരെയും ദൈവം അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദൃഷ്ടി വായിച്ച് അവരെ ആദരിക്കുന്ന അല്ലെങ്കിൽ അവരെ അനുമോദിക്കുന്ന, അവരുടെ പേരെടുത്ത് പറയുന്ന ഒരു സിസ്റ്റം അല്ല. പകരം വേദപുസ്തകത്തിൻ്റെ ഭാഷ നമ്മൾ പഠിച്ചാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: തങ്കൽ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടി ഒരുവന്റെ മേൽ ഇറങ്ങി വരുന്നു, എല്ലാവരെയും ദൈവം കാണുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അപ്പൊ എല്ലാവരെയും ദൈവം കാണുകയും എല്ലാവരെയും ദൈവം ശോധന കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ദൈവം അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. പകരം തങ്കലേകാഗ്രചിത്തന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ അടുക്കൽ വരുന്നവരെ അല്ല, ഹൃദയവും താനുമായൊരു ബന്ധത്തിൽ വരുന്നവർക്ക്, ശരീരം കൊണ്ട് ദൈവസന്നിധിയിൽ വരുന്നവരെ അല്ല ദൈവം ആദരിക്കുന്നത്. പ്രത്യേക ദൈവസന്നിധിയിൽ വരുന്നവൻ ഹൃദയം കൊണ്ട് ഹൃദയംഗമായി ദൈവവുമായുള്ള ബന്ധത്തിലാണ് സഭായോഗത്തിൻ്റെ നടുവിലിരിക്കുന്നതെങ്കിൽ നിന്നെ കാണാതെ പോകാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല നാം സേവിക്കുന്ന ദൈവമെന്ന് മറക്കരുത്. ഇന്ന് പകലിൽ അതിനകത്ത് വലിയ ശക്തമായ ചിന്തകളുണ്ട്. ദൈവമക്കളെ, നമ്മെ ദൈവം കണ്ടാൽ എന്ത് സംഭവിക്കും എന്നാണ് അടുത്ത പദത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ദൈവം അവരെ നോക്കി. എന്നിട്ട് പറയാ, അവരോട് സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ കർത്താവായ ദൈവത്തെ നിങ്ങളുടെ സഭായോഗങ്ങളിൽ എന്തോ ചെയ്യണം? കർത്താവായ ദൈവത്തെ. അപ്പം നമ്മുടെ സഭായോഗങ്ങൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് വളരെ ശക്തമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവജനം മടി കാണിക്കരുത്. നിങ്ങൾ അല്പസമയം ആഹാരം കഴിക്കാൻ കുറഞ്ഞാലും ആരാധിക്കുന്നതിന് കുറയരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാനിങ്ങനെ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴാകട്ടെ പലരോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാനൊരു കാര്യം പറയാറുണ്ട്. ആത്മാവിൽ ആരാധിക്കേണ്ട ദൈവജനം ആത്മാവിലുള്ള ആരാധന കുറയ്ക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചോണം. സ്വോത്രം. ഈ ആഴ്ച എനിക്ക് ആത്മാവിൽ ആരാധിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ശ്വാസം എടുക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. സ്വോത്രം. മനസ്സിലാവുന്നു? എനിക്ക് ശ്വാസം എടുക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണെങ്കിൽ, എൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ശ്വാസം ശ്വസിക്കുന്നത് ആവശ്യമാണെങ്കിൽ, നമ്മുടെ ആത്മീക നിലനിൽപ്പിന് ആത്മാവിനുള്ള ആരാധന ആവശ്യമാണ്. അതിൽ കുറഞ്ഞതൊന്നും ദൈവമക്കൾ ചിന്തിക്കരുത്. നിങ്ങളുടെ കർത്താവായ ദൈവത്തെ സഭായോഗത്തിൽ എന്ത് ചെയ്യണം? വാഴ്ത്തണം. എന്നിട്ട് അടുത്ത പദത്തിൽ പറയാ, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. എനിക്കതാണ് ഒട്ടും മനസ്സിലാകാതെ കിടക്കുന്ന ചിന്ത. യഹൂദ ചരിത്രം പഠിച്ചാൽ വേദപുസ്തകത്തിൻ്റെ ആ ഓർഡർ അനുസരിച്ച്, വേദപുസ്തകത്തിൽ
ദൈവത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് യഹൂദ 12 ഗോത്രമടങ്ങുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനതതി, അവരെ കുറിച്ച് പഠിച്ചാൽ അവരുടെ ഇടയിൽ നായകസ്ഥാനം ദൈവം കൊടുത്തത് യഹൂദയ്ക്കാണ്. ശ്രദ്ധിക്കണേ, 12 ഗോത്രം അടങ്ങുന്ന ആ ജനതയെ മുഴുവൻ എടുത്താൽ അവരുടെ നായകസ്ഥാനം ആർക്കാണ്? യഹൂദയ്ക്കാണ്. യഹൂദയാണ് റോയൽ ട്രൈബ്. എന്നാൽ രാജ്യം വിഭജിച്ചു. ശലോമോന്റെ മകനായ രഹബയാമിന്റെ കാലഘട്ടത്തിൽ 10 ഗോത്രമടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഇസ്രായേൽ എന്നും ബെന്യാമീനും യഹൂദയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ യഹൂദ എന്നും പേരിൽ രണ്ടായി വേർതിരിച്ചു. അപ്പോൾ 2 ട്രൈബ് 2 രാജ്യമായി അത് മാറി. അതിൽ 10 ഗോത്രമടങ്ങുന്ന ആ വടക്കേ രാജ്യം എന്ന് പറയുന്ന ആ ഇസ്രായേൽ എന്ന് പറയുന്ന 4 പേരുകളാണ് ഓരോ രാജ്യത്തിനും 4 പേരുകൾ. അതിൽ വടക്കേ രാജ്യം ഇസ്രായേൽ, ശമരിയ, എഫ്രൈം എന്നാണ് ഒരു 10 ഗോത്രത്തിന്റെ പേര്. മറുവശത്ത് 2 ഗോത്രം ബെന്യാമീൻ, യഹൂദ, സിയോൻ എന്നും ജെറുസലേം എന്നും തെക്കേ രാജ്യമെന്നും യഹൂദയെന്നും അതറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 4 പേരുകളാൽ അറിയപ്പെടുന്ന 2 രാജ്യമായത് മാറിയെങ്കിൽ അതിൽ 10 ഗോത്രമടങ്ങുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യത്തിൽ ഒരു ട്രൈബിനെ റോയൽ പൊസിഷനിലേക്ക് ദൈവം കൊണ്ടുവന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എഫ്രയീമാണ്. എഫ്രയീം എൻ്റെ തലക്കോരിക എന്ന് എഴുതിയിട്ടുണ്ട്. റോയൽ ട്രൈബ് എഫ്രയീമാണ്. അങ്ങനെയാണെങ്കിൽ യഹൂദയിലെ ട്രൈബ് റോയൽ ട്രൈബ് ജൂഡയാണ്. 2 ഇസ്രായേലിലെ റോയൽ ട്രൈബ് എഫ്രയീമാണ്. ഇത് രണ്ടും ചേർത്ത് പഠിച്ചാൽ ബെന്യാമീൻ ആരല്ല? റോയൽ ട്രൈബ് അല്ല, നായകനല്ല. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കിയിട്ട് ദൈവം പറയാ, അവരുടെ നായകനായ യഹൂദ ഉണ്ടെന്നോ എഫ്രയീം ഉണ്ടെന്നോ പറയേണ്ടതിന് പകരം പരിശുദ്ധാത്മാവ് പറയുക, അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. അപ്പൊ ആ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ ട്രൈബ് എന്ന് പറയുന്നത് ഏതാണ്? ബെന്യാമീനാണ്. എന്നാൽ ആ ബെന്യാമീനെ ആരാധനയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ കണ്ണുകൾ ദർശിച്ചിട്ട് അവനെ കുറിച്ച് വിളിച്ചു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാ, ബെന്യാമീൻ ചെറിയവനാണ്, പക്ഷെ ഈ ഗോത്രങ്ങൾക്ക് ഞാൻ അവനെ നായകനാക്കി മാറ്റാൻ പോകുകയാ. അങ്ങനെയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതം എത്ര ചെറുതാണെങ്കിൽ, നിന്റെ സാഹചര്യം എത്ര മോശമാണെങ്കിലും, നിന്റെ കപ്പാസിറ്റി എത്ര കുറഞ്ഞതാണെങ്കിലും, നിന്നെ എല്ലാവരും കൈവിട്ടതാണെങ്കിലും, ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ഒരു ദൈവവൈതൽ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ അവന്റെ സ്ഥിതി മാറ്റി എഴുതി, അവന്റെ ജീവിതത്തിന്റെ ലേബൽ മാറ്റി അവനെ ആദരിക്കാൻ കഴിയുന്ന ഒരു സ്വർഗമുയരത്തിലുണ്ടെന്ന് ഇന്ന് പകൽ പ്രാരംഭ ദൂത് ഞാൻ ദൈവസഭയ്ക്ക് കൈമാറുകയാ. ഇവിടെ ഒരു പക്ഷേ നിനക്ക് സമ്പത്തില്ലായിരിക്കുക, മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസമില്ലായിരിക്കുക, ഒരു പക്ഷേ നാട്ടിലെ മറ്റു പലരുമായി കമ്പയർ ചെയ്യുമ്പോൾ സാമൂഹിക കുടുംബ പശ്ചാത്തലങ്ങളില്ലായിരിക്കുക, ഒരുപക്ഷെ ഗവൺമെന്റിലെ ജോലിയില്ലായിരിക്കുക, ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള വഴിയില്ലായിരിക്കുക, ആരും സഹായിപ്പാനില്ലായിരിക്കുക. എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ, ദൈവ സന്നിധിയിലിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു പൊട്ടനെ പോലെ മറ്റെല്ലാവരെയും മാറ്റി നിർത്തി നീ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ ഇന്നു പകൽ തയ്യാറായാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, നിന്റെ തലമുറയുടെയും നിന്റെ ഈ ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരു സ്വർഗ്ഗം ഈ പകൽ നിന്നെ കാണുന്നുണ്ട്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം പറഞ്ഞത് അവിടെ അവരുടെ നായകനായ ഇവനെ നായകനാക്കിയോ? വേദപുസ്തകം പഠിച്ചാൽ എന്താ ബെന്യാമീന്റെ പ്രത്യേകത? ബെന്യാമീന്റെ പ്രത്യേകത വേദപുസ്തകം പഠിച്ചാൽ നമുക്കറിയാം, യാക്കോബിന്റെ ഇഷ്ടഭാര്യ
പ്രൈസ് ദി ലോർഡ്. ഞാൻ ലേയെക്കുറിച്ച് തന്നെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ചിന്തയുണ്ട്. പ്രസംഗിക്കുന്നില്ല, നിങ്ങൾക്ക് വിഷമം വരാൻ സാധ്യതയുണ്ട്. യാക്കോബിനെ കുറിച്ച് പ്രസംഗിച്ചാൽ കൂടുതൽ പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ യാക്കോബിനെയും ലേ അങ്ങ് വിടുക. യാക്കോബിൻ്റെ ഇഷ്ടഭാര്യ, സ്തോത്രം, അതാണ് ആര്? ഇഷ്ടഭാര്യ റാഹേൽ. റാഹേലിൽ യാക്കോബിനുണ്ടായ രണ്ടാമത്തെ മകനാണ് ആര്? ബെന്യാമീൻ. ഇവൻ്റെ ജനനം വേദപുസ്തകത്തിൽ നമുക്കറിയാം. 16 നിന്ന് യാക്കോബ് ആമേൻ പുറപ്പെട്ടു വരുന്ന വഴിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വഴിയിൽ വെച്ച് റാഹേൽ പ്രസവിക്കുകയാണ്. വഴിയിൽ വെച്ച് റാഹേൽ, സെൽസഹിൽ വെച്ച് റാഹേൽ പ്രസവിക്കുമ്പോൾ അതിവേദനയോടെ റാഹേൽ തൻ്റെ മകനെ പ്രസവിച്ചു. എന്നിട്ട് ആ മകൻ്റെ മുഖത്തേക്ക് നോക്കി ആ അമ്മ ഒറ്റ വാക്യം പറഞ്ഞുള്ളൂ, ഇവൻ എനിക്ക് വേദനയുടെ പുത്രൻ എന്ന് പറഞ്ഞ് അവന് ബെനോനി എന്ന് പേരിട്ടു എന്ന. അപ്പൊ ബെനോനി എന്ന് പേര് വേദനയുടെ പുത്രന്. അത്രയും പറഞ്ഞ് ആ മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, ഒരു കുഞ്ഞ്, ന്യൂ ബോൺ ബേബി എങ്ങനെയാ വളരേണ്ടിയത്? ആ അമ്മയുടെ ആമേൻ ഹല്ലേലൂയ അമ്മയുടെ ചൂട് പറ്റി, അമ്മയുടെ പാല് കുടിച്ച്, അമ്മയുടെ ലാളനയേറ്റാണ് ഒരു കുഞ്ഞു വളരുന്നത്. അവൻ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വേദനയുടെ പുത്രനായി ഇവൻ ആദ്യം നഷ്ടപ്പെട്ടത് സ്വന്തം അമ്മയുടെ ലാളനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞിന് എത്ര പനി വന്നാലും എത്ര അസുഖം വന്നാലും അമ്മയെടുത്ത് തോളത്തോട്ടിട്ട് ഒരു തട്ട് തട്ടിയാൽ എത്ര കരയുന്ന കുഞ്ഞും കരച്ചിൽ നിർത്തി ചിരിക്കാൻ തുടങ്ങും. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ആ കൈകൾക്ക് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ, കുഞ്ഞുങ്ങളെ ലാളിക്കാൻ. ആമേൻ. പിതാക്കന്മാർ ലാളിക്കുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പിതാക്കന്മാർ തഴുകിലാളിക്കുന്നതിനേക്കാൾ അമ്മയുടെ കരങ്ങൾക്കൊരു പ്രത്യേക മാസ്മരിക ശക്തിയുണ്ട്. തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥയിലോ ഭാരത്തിലോ കരച്ചിലോ ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ഇവിടെ അങ്ങനെ ഒരു കരം ജനനത്തിങ്കൽ തന്നെ അന്യപ്പെട്ടുപോയ ഒരു മനുഷ്യനാണ് ബെന്യാമീൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അവൻ വേദനയുടെ പുത്രൻ. എന്താ അമ്മ പറഞ്ഞത്? ഇവനെനിക്ക് വേദനയാ, ജനിക്കുമ്പോൾ തന്നെ വേദനയെന്ന്, അവൻ മറ്റുള്ളവർക്ക് വേദനയെന്ന് വിധി എഴുതപ്പെട്ടവനായി ജനിച്ച ബെന്യാമീൻ. ഹല്ലേലൂയ. അപ്പനവനെ എനിക്ക് വലങ്കരത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് ബെന്യാമീൻ എന്ന് പേരിട്ടത്. അമ്മ ബെനോനി എന്ന് പേരിട്ടപ്പോൾ വലങ്കരത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് യാക്കോബ് അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. പക്ഷേ അപ്പന്റെ വാക്കുകളെക്കാൾ കൂടുതൽ അർത്ഥവത്തായത് അമ്മയുടെ വാക്കുകളാ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കുടുംബത്തിനകത്ത് തനിക്ക് ആശ്വാസമാകേണ്ടിയ സഹോദരൻ ജോസഫ്, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കണേ, ജോസഫ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ട് അകന്നു പോകുകയാണ്. അവൻ്റെ ആ കുടുംബത്തിൽ ബാക്കി 10 പേരും അവനൊരു ആശ്വാസമല്ല. ലേയയുടെയും ദാസിമാരുടെയും മക്കൾ ഇവന് ആശ്വാസമല്ല. ഏക ആശ്വാസം സ്വന്തം അമ്മയിൽ ജനിച്ചിരുന്ന ജോസഫ് ആണെങ്കിൽ ജോസഫ് ഇപ്പോൾ നഷ്ടമായി. ആ മനുഷ്യൻ്റെ വേദന മനസ്സിലാകുന്നു. അവൻ കുടുംബത്തിനകത്തൊറ്റപ്പെട്ട് അമ്മയുടെ ലാളനയില്ലാതെ, അമ്മയുടെ പരിരക്ഷയില്ലാതെ, ജീവിതത്തിൽ വേദന എന്ന ലേബലുമായി ജനിച്ച വേദനയുടെ പുത്രന് ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ, ആമേൻ, ഈ ലോകത്തിൽ എന്നെ സഹായിക്കേണ്ടതിന് മറ്റാർക്കും കഴിയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിൽ ആശ്വാസമാകുവാൻ ആരുടെയും കരങ്ങൾക്ക് കഴിയില്ല. എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അത് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഒരു പൊട്ടനെ പോലെ ആരാധിക്കുകയാ. യഹൂദ എങ്ങനെ ആരാധിക്കുന്നുവെന്ന് ബെന്യാമീന് വിഷയമല്ല. സെബുലൂൻ എങ്ങനെ ആരാധിക്കുന്നുവെന്ന് ബെന്യാമീന് വിഷയമല്ല. ശിമയോനും ലേവിയും നഫ്താലിയും ദാനും ഗാദും ഒന്നും അങ്ങനെ ആരാധിക്കുന്നുവെന്ന് ബെന്യാമീന് വിഷയമല്ല. അവനൊരു പൊട്ടനെ പോലെ ദൈവസന്നിധിയിൽ താണു വീണ് കിടന്ന് ദൈവത്തിന്റെ ദൃഷ്ടി അവന്റെ മേൽ ഇറങ്ങി വരത്തക്ക നിലയിൽ, ഒന്നുകൂടെ പറഞ്ഞ, സർവശക്തനായ ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ജീവിതത്തിലേക്ക് ആഴമായി പതിയത്തക്ക നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ആ ജീവിതത്തിന്റെ ആരാധന അവനെ കൊണ്ടെത്തിച്ചത് അവന്റെ ജീവിതത്തിന്റെ ഹയർ ലെവലിലാണ്. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ഒരു ദൂതികളെ പറയാ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോ അവൻ മറ്റെല്ലാത്തെക്കാളും ഉപരി അവൻ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ താല്പര്യം വെച്ച അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയോറിറ്റിയും മാറ്റിവെച്ച് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴാൻ നിങ്ങൾ മനസ്സു വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ലെവലിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കരത്തിന്റെ വല്ലഭത്വം ഇന്ന് പകലിലും ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളെ കാണുന്ന ഒരു കണ്ണ് ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് ആത്മാവ് ഈ പകല് നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുകയാണ്. ഈ മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞു തന്നെ, ഞാൻ അവനെ എങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ? ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പോവുക. ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ. എനിക്കതിന് എന്തോന്നൊരു വചന വെളിപ്പാട് പറയണം. ഒരു കാര്യം ഞാൻ പറയാം, അവൻ്റെ സഹോദരന്മാർ അവരെ അടുപ്പിക്കുകയല്ല, സഹോദരന്മാർ തള്ളി. അവൻ അമ്മയില്ല, അപ്പന് സഹായിക്കാൻ കഴിയുന്നില്ല, എല്ലാവരാലും കൈവിടപ്പെട്ട ഇവൻ്റെ ജീവിതത്തെയാണ് ദൈവം ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി അവൻ സന്ധ്യയിൽ മനസ്സിലാകുന്നു, ദൈവമക്കളെ, ആര് കൈവിട്ടാലും നിന്നെ കൈവിടാത്ത ഒരു സ്വർഗമുണ്ട്, ആരും ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു സ്വർഗമുണ്ട്. അവന്റെ പ്രസൻസ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാൽ, അവന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുത്താൽ, ഇന്ന് പകൽ നിന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന, നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽ ജീവിക്കുന്നുണ്ടെന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറയുക. മനുഷ്യൻ നിനക്കിട്ട ലേബല് മാറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്നായി പറഞ്ഞത്. ഹലോ, എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പകല്? മനുഷ്യൻ ഇട്ട ലേബല് മാറ്റാൻ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് പറഞ്ഞ് അതിന്റെ ദൂത് പറഞ്ഞ് ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുക. മനുഷ്യൻ നിനക്കിട്ട ലേബല് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സ്വർഗം നിന്റെ മേലിൽ കരം വെച്ചാൽ മതി. ഹല്ലേലൂയ. ഈ പകൽ അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന, നിന്റെ ലേബല് മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു വചന വെളിപ്പാട് പറയാം. അതേ വേദപുസ്തകം പഠിക്കുമ്പോ അവൻ ഒന്നാമത്തെ ആലയം പണിയുന്നു. ശലോമോൻ, ദാവീദിന്റെ മകനായ ശലോമോൻ ആലയം പണിയുകയാണ്. ആലയം പണിയുന്ന സമയത്ത് ശലോമോൻ ആലയം പണിയേണ്ടതിന് അവൻ ദേവദാരുക്കൾ കൊണ്ടുവന്നു. ഹീരാം എന്ന് പറയുന്ന ജാതീയ രാജാവിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവൻ ലെബാനോനിൽ നിന്ന് ദേവദാരുക്കൾ കൊണ്ടുവന്നു. ആ ദേവദാരുക്കൾ കൊണ്ടുവന്നത് പ്രത്യേക രീതിയിൽ 10,000 പേർ വീതം അടങ്ങുന്ന 3 സംഘം. ഒരു സംഘം ഒരു മാസം ജോലി ചെയ്യുമ്പോൾ 2 മാസം മറ്റ് 2 സംഘത്തിന് ലീവാ. ഹലോ, ഏറ്റവും കട്ടിയുള്ള ജോലി എന്നാന്ന് അറിയാമോ? ഭൂമിയിൽ ഏറ്റവും കട്ടിയുള്ള ജോലി എന്നാ? നേഴ്സിംഗ് ഒന്നും അല്ല കേട്ടോ. ഓഫ് ഷോർ ജോബ് എന്ന് പറയും. ഓഫ് ഷോർ ജോബ് അല്ലേ വെച്ചാ? ഓഫ് ഷോറിൽ ജോലി ചെയ്യാൻ പോയാൽ 6 മാസം ജോലി ചെയ്യാൻ പറ്റൂ, പിന്നെ 6 മാസം ലീവാ. അല്ലല്ലോ, അതെന്താ അറിയാമോ? ജോലിയുടെ കാഠിന്യം നിമിത്തമാണ്. ഇനി ഓഫ് ഷോറിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവർക്ക് കൊടുക്കുന്ന ഫുഡ് 5 സ്റ്റാർ ഫെസിലിറ്റി ഫുഡാണ്. പ്രീസലോ, ഞാൻ കഴിച്ചിട്ടുണ്ട്, പോയിട്ടുമുണ്ട്. ജോലിക്കല്ല, കാണാൻ വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഓഫ് ഷോർ ജോബ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ആ ജോബും മിനിമം 6 മാസം ചെയ്യാം. പക്ഷേ ലെബാനോനിൽ നിന്ന് ദേവദാരുക്കൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടതിന് അവൻ ഉപയോഗിച്ചിരുന്നത് സാധാരണ ദേവദാരുക്കളല്ല, പകരം ലെബാനോനിലെ ദേവദാരുക്കളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചതെന്നറിയാമോ? അതിൻ്റെ പ്രത്യേകതയുണ്ട്. ലെബാനോനിലെ ദേവദാരുക്കളുടെ പ്രത്യേകത, ലെബാനോൻ എന്ന് പറയുന്ന പർവ്വതം ഉയരമുള്ള പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ 4 വശത്തു നിന്നും കാറ്റടിക്കുന്ന സമയമാണ്. എപ്പോഴും 4 വശത്തു നിന്നും തെക്കുന്ന് വടക്കോട്ടൊരു കാറ്റടിച്ച് വടക്കെത്തുന്നതിന് മുൻപേ വടക്ക് നിന്ന് അടുത്ത കാറ്റ് തെക്കോട്ടടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഇങ്ങോപ്പുറത്തോട്ട് വരുന്നതിന് മുമ്പേ പടിഞ്ഞാറുന്ന് കിഴക്കോട്ടും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും കാറ്റുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസവും 4 വശത്തുനിന്നും ശക്തമേറിയ കാറ്റുകൾ എവിടെ അടിച്ചുകൊണ്ടിരിക്കുക?
ലെബാനോൻ പർവ്വതത്തെ അടിച്ചുകൊണ്ടിരിക്കുക. ആ ലെബാനോൻ പർവ്വതത്തിലാണ് സെഡാർ വളർന്നു വരുന്നത്. അവൻ ദേവദാരു വളർന്നു വരുന്നത്. അവൻ ചെറിയ ചെടിയായി സെഡാർ വളർന്നു വരുമ്പോൾ, ദേവദാരു വളർന്നു വരുമ്പോൾ തെക്കൊന്ന് കാറ്റടിച്ച് അത് വടക്കോട്ട് മറിയും. ഹല്ലേലൂയ. വടക്കോട്ട് മറിഞ്ഞു ഇങ്ങനെ ചരിഞ്ഞു ചെല്ലുമ്പോൾ അതിനേക്കാൾ ശക്തമുള്ള ഒരു കാറ്റ് ഹല്ലേലൂയ തെക്കൊന്ന് വടക്കോട്ടടിക്കും. ഇത് പകുതി വരുമ്പോഴത്തേന് കാണാം പടിഞ്ഞാറ് നിന്നൊരു കാറ്റ് കിഴക്കോട്ടടിക്കുന്നു. അപ്പോൾ തെക്ക് നിന്ന് വടക്ക് നിന്ന് തെക്കോട്ടടിച്ച് ആ കാറ്റിനെ പ്രതിരോധിച്ച് അതിനേക്കാൾ ശക്തിയുള്ള ഒരു കാറ്റ് തിരിച്ചടിക്കുമ്പോൾ ആ ചെടി ഇടത്തോട്ട് വടത്തോട്ടോ അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ടോ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെടിയിലേക്ക് പടിഞ്ഞാറുന്ന് കിഴക്കോട്ടൊരു കാറ്റടിച്ചാൽ അത് നേരെ കിഴക്കോട്ട് മറിയും. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറും 365 ദിവസവും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഈ ദേവദാരു വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ദേവദാരു എന്ന് പറയുന്ന ചെടി മരം 4 വശത്തുനിന്നും കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തടി വളർന്നു വരിക, ഒരു വൃക്ഷം വളർന്നു വരിക അസാധ്യമാണ്. ചെറിയ കാറ്റല്ല, പർവ്വത മുകളിൽ അടിക്കുന്ന കാറ്റിന് ശക്തി കൂടുതല. അങ്ങനാണെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് ഒടിഞ്ഞ് തകർന്നു പോകേണ്ടിയതാ. ഇത് വളരാൻ സാഹചര്യമുള്ള ഒരു സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലല്ല ഈ ദേവദാരു വളരുന്നത്. പകരം ശക്തമേറിയ കാറ്റുകളുടെ നടുവില. അതുകൊണ്ട് തന്നെ ദേവദാരുക്കൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഈ കാറ്റിനെ അതിജീവിക്കേണ്ടതിന് അതിന്റെ വേരാഴത്തിലേക്ക് ഇറക്കും. ശ്രദ്ധിക്കണേ, വേരാഴത്തിലേക്ക് ഇറക്കി ആഴങ്ങളിൽ നിന്ന് ധാതുലവണങ്ങൾ വലിച്ചെടുത്ത് ദേവദാരു വളരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ലെബാനോനിലെ ദേവദാരുക്കൾ അത് മുറിച്ചെടുത്ത് അതിന്റെ ക്രോസ് സെക്ഷൻ പരിശോധിച്ചാൽ ഒരു ശകലം പോലും അതിനകത്ത് വെള്ളയുണ്ടാകുകയില്ല. പകരം കാതല, മൊത്തം തൊലി കളഞ്ഞാൽ പിന്നെ കാതല. കാര്യം ആഴങ്ങളിൽ നിന്ന് ലവണം വലിച്ചെടുത്ത് ഈ കാറ്റുകളെ പ്രതികൂലിച്ച് ജനിച്ച് കാറ്റുകളെ പ്രതികൂലിച്ച് വളർന്നു വരുന്നതായി തടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തോ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ വെള്ളയില്ല, പകരം മൊത്തം കാതില്ല, അത്രയ്ക്ക് കാറ്റ. അതുകൊണ്ടാണ് ആലയം പണിയുന്നത്. അതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. ദൈവസഭ പണിയാൻ, ദൈവത്തിന്റെ ആലയം പണിയാൻ വേറെ ഒരു ദേവദാരുവും വേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ട് കാര്യം അറിയാമോ? ഈ പ്രതികൂലത്തെ അതിജീവിച്ച് വളർന്നു വരുന്ന കരുത്തുറ്റ തടി കൊണ്ട് വേണം ആലയം പണിയാൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പുതിയ നിയമ ദൂതുണ്ട്. എന്താണെന്നറിയാമോ? പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ കൊണ്ടാണ് ദൈവത്തിന് സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നത്. ഇത് മകൾ മനസ്സിലാകുന്നു. ഇതിനകത്ത് വരുമ്പോൾ നിനക്ക് പ്രതികൂലം തരുന്നെങ്കിൽ, ഇതിനകത്ത് വരുമ്പോൾ നിനക്ക് പ്രതിസന്ധി തരുന്നെങ്കിൽ ഓർത്തോ, ദൈവ സഭയ്ക്കകത്ത് നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ചോദിക്കാറുണ്ടോ, ആർക്കുമില്ലാത്ത പ്രതികൂലം എനിക്കെന്തിനാ? ആർക്കുമില്ലാത്ത പ്രതിസന്ധി എനിക്കെന്തിനാ? ആർക്കുമില്ലാത്ത തകർച്ച എന്താ എനിക്കെന്തിനാ? ഇന്ന് പകലിൽ അത് നിനക്ക് അനുവദിക്കുന്നു. വെറുതെയല്ല, ദൈവസഭയ്ക്കകത്ത് നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാ. ഈ പ്രതികൂലം ഇല്ലാതെ വളർന്നു വരുന്ന ദേവദാരുണ്ട്. അത് വെട്ടിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി അറപ്പിച്ചാൽ ഒരു 2 ഇഞ്ച് വെള്ളയാ, 2 ഇഞ്ച് വെള്ള. ഒരു ചെറിയ ഊളൻ എന്ന് പറയുന്ന നാട്ടിൽ, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാ പറയുക, ഈ മരം കുത്തുന്ന ഒരു സാധനമുണ്ട്, ജീവി. മരം കുത്തിയല്ല, സ്വോത്രം. നമ്മൾ ഈ തടിയൊക്കെ അറുത്ത് കട്ടിലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വെള്ളപ്പൊടി വീഴത്തില്ലയോ? ഊറാൻ കുത്തുക. ഊറാനെന്ന ഊളൻ എന്നൊക്കെ പറയാം. ഓട്ടെ, എന്താ തരുവാട്ടെ. അപ്പൊ ഈ ഊറാൻ കുത്തുന്നത് എന്തുകൊണ്ടാ? വെള്ളമുള്ളതുകൊണ്ടാ, ശരിയല്ലേ? കാതലെ ഊറാൻ കുത്തിയ ചരിത്രമുണ്ടോ? സ്വോത്രം. ഇങ്ങനെയാ ചില വിശ്വാസികൾ, ഊറാൻ കുത്തിയ വിശ്വാസികളുണ്ട്. കാര്യം എന്നാ അറിയോ? പ്രതികൂലം അറിയത്തില്ല എന്താണ്, കഷ്ടത അറിയാതെ സോ കോൾഡ് ഫെലോഷിപ്പ് പോകുന്ന നിന്നെ ഊറാൻ കുത്തിയ 4ാമത്തെ ആഴ്ച സഭായോഗത്തിന് വരത്തില്ല.
എന്നാൽ പ്രതികൂലത്തിനകത്ത് കരുത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവൻ അവൻ ദൈവസഭയ്ക്കകത്ത് പ്രയോജനപ്പെടും. അവനെ മറിക്കാൻ ഒരു കാറ്റിനും കഴിയത്തില്ല കേട്ടോ. അവനെ തകർക്കാൻ ഒരു പ്രതികൂലത്തിനും കഴിയത്തില്ല, ഒരു വെല്ലുവിളിക്കും കഴിയത്തില്ല. ഇന്ന് പകലിൽ ഇതകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ചിന്ത പറയാം. ദൈവമക്കളെ, നിങ്ങൾ സഭയ്ക്കകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തരുന്ന പ്രതികൂലത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തരുന്ന രോഗത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങൾക്ക് തരുന്ന കഷ്ടതയ്ക്ക് സ്തോത്രം ചെയ്യണം. അവൻ കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് അവൻ കഷ്ടതയിലും പ്രശംസിക്കുന്നവനാണ് ദൈവസഭ. ഈ കാറ്റ്, നാല് വശത്തുനിന്നും അടിക്കുന്ന കാറ്റ് പ്രതികൂലിച്ചു വേണം ദേവദാരു കട്ട് ചെയ്ത് എവിടെ കൊണ്ടുവരാൻ? യെരൂശലേമിൽ കൊണ്ടുവരാൻ. ചെറിയ കാര്യമല്ല. അത് മുറിച്ചെടുത്ത അത് ചങ്ങാടം പോലെ കെട്ടി അവൻ നദിക്കകത്തൂടെ ഒഴുക്കി കൊണ്ടുവന്നിട്ട് വേണം ആലയം പണിയാൻ. അത് അവൻ ഓഫ് ഷോർ വർക്കിനേക്കാളും കട്ടി. അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിന് 1 മാസം വർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ 3 ഗ്രൂപ്പ് കൊണ്ട് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന ദേവദാരുക്കൾ കൊണ്ടാണ് ആലയം പണിയുന്നത്. ആലയം പണിതത് ശ്രദ്ധിച്ചേ. ആലയം പണിതത് കാണാൻ ഹീരാം എന്ന് പറഞ്ഞ് അവൻ ജാതീയ രാജാവ് വന്നപ്പോ ശലോമോൻ അവൻ്റെ ഹീരാമിൻ്റെ രാജ്യത്തു നിന്നാണ് ദേവദാരു കൊണ്ടുവന്നത്. ആലയം പണിയാൻ ആവശ്യമായ ദേവദാരുക്കളൊക്കെ ഹീരാം കൊടുത്തത് കൊണ്ട് അവൻ ശലോമോൻ എന്ത് ചെയ്തെന്നറിയാമോ? ശലോമോൻ്റെ രാജ്യത്തിലെ ഒരു സ്ഥലം പ്രൈസ് ദി ലോർഡ്, ആ സ്ഥലം അവൻ ദാനമായി കൊടുത്തു. ആ സ്ഥലം ദാനമായി കൊടുത്തപ്പോ ശലോമോൻ തനിക്ക് ദാനമായി തന്ന ആ സ്ഥലം ഇന്നതെന്നു കാണേണ്ടതിന് ഹീരാം ചെന്ന് നോക്കിയപ്പോ ഹീരാമിനതത്ര പിടിച്ചില്ല. ഹീരാം പറയും, ഇത് കാബൂൾ ദേശം എന്ന് പറഞ്ഞ് ആ ദേശത്തിന് പേരിട്ട് തിരിച്ച് ശലോമോന് കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? കാബൂൽ എന്ന പദത്തിന്റെ അർത്ഥം പ്രയോജനരഹിതം. ശ്രദ്ധിക്കേ, ഗലീല എന്ന് പറയുന്ന സ്ഥലമാണ് ശലോമോൻ ആർക്ക് കൊടുത്തത്? അവൻ ഹീരാമിന് കൊടുത്തത്. ഹീരാം അത് കണ്ടിട്ട് പറയുക, ഇത് പ്രയോജനരഹിതമാണ്, കാബൂൾ ദേശമാണ്. അപ്പോൾ ലോകത്തിന്റെ രാജാവ് കാബൂൾ ദേശമെന്ന പ്രയോജനരഹിതമെന്ന് അവൻ പേരിട്ടു വിളിച്ചു മടക്കി കൊടുത്ത, ഒന്നിനും കൊള്ളത്തില്ലെന്ന്, പ്രയോജനരഹിതമെന്ന് വിധി എഴുതി തിരിച്ചു വെച്ച, അവൻ മാറ്റിവെച്ച ആ ദേശത്താണ് എൻ്റെ യേശു കർത്താവ് അവൻ തന്റെ ശുശ്രൂഷ തുടങ്ങി വെച്ചത്. എത്ര പേർക്ക് മനസ്സിലാവുന്ന പകലിൽ ലോകത്തിന്റെ രാജാവിന് നിന്നെ പ്രയോജനമില്ലെന്ന് കണ്ടതിനകത്ത് അവൻ പ്രയോജനമുണ്ടെന്ന് കണ്ട ഒരു ദൈവപുത്രന്റെ മുമ്പിലാണ് ഇന്ന് പകൽ നീ ഇരിക്കുന്നതെങ്കിൽ അവൻ ലോകത്തിന്റെ രാജാവ് പ്രയോജനമില്ലെന്ന് വിധി എഴുതിയ കഥ ഗലീലയിലാണ് ദൈവപ്രവർത്തി വെളിപ്പെട്ടതെങ്കിൽ അവൻ നിന്നെ വിധി എഴുതി മാറ്റിവെച്ച, നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിധി എഴുതിയ ശത്രുവിന്റെ ആരവത്തിന്റെ മുമ്പിൽ അവൻ നീ തകർന്നവളെന്ന്, പ്രയോജനരഹിതമെന്ന്, ഉപയോഗശൂന്യമെന്ന്, ഒന്നിനും കൊള്ളത്തില്ലെന്ന്, എന്തിനു കൊള്ളാമെന്ന് അവൻ ചോദിച്ച മണ്ഡലത്തിൽ നിന്റെ ജീവിതത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ദൈവാത്മാവിനെ പറയുന്ന ചിന്ത പറയാം. ശ്രദ്ധിച്ചേ, ഇപ്പൊ കാബൂൾ ദേശം പ്രയോജനരഹിതം. പക്ഷെ ദൈവം അറിയുമ്പോ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുകയാണ്, പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ ശക്തിയോടെ വന്നു. പെന്തക്കോസ്ത് നാളിൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് വന്നപ്പോ അവിടെ കൂടിയിരുന്ന 127 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവൻ ഈ കൂടിയിരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? ഹലോ, എന്താ പറഞ്ഞേ? ഗലീലക്കാരൻ. എന്താ അത് പറയാൻ കാര്യം? ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേക്കത്തില്ലെന്നൊരു കോൺസെപ്റ്റ് 750 വർഷമായിട്ടുണ്ട്. നിങ്ങളപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 48-49 വാക്യം വായിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം വേഗത്തിൽ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 48-49 വേഗത്തിൽ വായിച്ചേ. ആ 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 നീയും ഗലീലക്കാരനോ? ആ ആ
പരിശോധിച്ചു നോക്ക്, ഗലീലയിൽ നിന്ന് എന്ത് ചെയ്തില്ല? പ്രവാചകൻ എഴുന്നേക്കില്ല. അപ്പൊ ഗലീലയെ കുറിച്ച് എന്നാ കൺസെപ്റ്റ്? അവിടുന്ന് ഒരു പ്രവാചകൻ എഴുന്നേക്കില്ല. എന്നാ 700-ലധികം വർഷമായി, BC 724 മുതൽ ഗലീലയുടെ ചരിത്രം എന്ന് പറയുന്ന അവിടുന്ന് ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ലെന്നുള്ളതാണ്. ഇനിയും മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായം 12-13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നഫ്താലി ദേശവും സെബുലൂൻ പ്രദേശവും ജാതികളുടെ ഗലീലയും ഇരുട്ടിലിരിക്കുന്ന വലിയൊരു ജനം വെളിച്ചം കണ്ടെന്ന. അപ്പോ മത്തായി സുവിശേഷം 4-ൽ ഗലീലയെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നേ? ജാതികളുടെ ഗലീല. മറ്റൊന്ന് ഇരുട്ടിലിരിക്കുന്ന ജനം, ഇരുട്ടിലിരിക്കുന്ന ജനം. അപ്പൊ എന്താ ഇതിന്റെ ചരിത്രം? ഒരു ദൈവത്തിന്റെ വൻകാര്യം പറയുന്ന പ്രവാചകൻ എഴുന്നേക്കാത്ത ജാതികളുടെ ഗലീലയായ ഇരുട്ടിലിരിക്കുന്ന ജനമെന്ന് ലോകം വിധി എഴുതിയ, കാബൂൽ എന്ന ലോകരാജാവ് വിധി എഴുതിയ ആ സ്ഥാനത്തെ നോക്കിയിട്ടാണ് വന്ന യഹൂദന്മാർ പറഞ്ഞത്, ഈ പറയുന്നവരെല്ലാം ഗലീലക്കാരല്ല. എന്താ അവർ ചെയ്യുന്നത്? അവർ ദൈവത്തിന്റെ വൻകാര്യം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ മനസ്സിലാകുന്ന ദൈവമക്കളെ, ഒരു പ്രവാചകൻ എഴുന്നേക്കത്തില്ലെന്ന് 700-ലധികം വർഷമായി ചരിത്രം വീതി എഴുതിയ ഒരു ദേശം പോരാ. ഹല്ലേലൂയ. അവൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഒരു രാജാവ് വിധി എഴുതി മാറ്റിവെച്ച ഗലീല പോരാ. ജാതികളുടെ മണ്ഡലമെന്ന് അവൻ വിധി എഴുതപ്പെട്ട ഗലീല പോരാ. അവൻ ഇരുട്ടിന്റെ മണ്ഡലമെന്ന് അവൻ വിധി എഴുതപ്പെട്ട ഗലീല. പക്ഷേ അതിനകത്തേക്ക് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പറയേണ്ടതിന്, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കാൻ അതിനകത്തു നിന്ന് ദൈവം ജീവിതങ്ങളെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, അവരുടെ സ്ഥിതി ദൈവം മാറ്റി എഴുതിയെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ ദൂത് പറയാ, നിന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ, ഹല്ലേലൂയ, നിന്നെ അവഗണിച്ചവരുടെ മുൻപിൽ നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽ ജീവിക്കുന്നുണ്ട്. രക്തത്താൽ ജയം. എത്ര പേർക്ക് ഇന്ന് പകലിനോട് ചേർന്ന് വരാൻ പറ്റുന്നുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുക, ഇവിടെ നീ രക്ഷപ്പെടത്തില്ല, ഇവിടെ നിനക്ക് നിലനിൽപ്പില്ല, ഇവിടെ കൊണ്ട് നീ അവസാനിക്കും, ഒരു വിടുതൽ കാണില്ല എന്ന് സാഹചര്യം വിധി എഴുതുന്ന, ശത്രു വിധി എഴുതുന്ന, നിന്റെ മനസാക്ഷി നിന്നോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ പട്ടണത്തിനകത്ത് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഹൃദയങ്ങൾ ഇന്ന് പകൽ ധൈര്യപ്പെടുക. അവൻ ചിലർ പുറത്തു വരാൻ സമയമായി. ഞാൻ ഒരു വാദപാടോട് പറയതേ, ഈ ശമൂവേൽ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ 2 ശമൂവേൽ 9-ലാണെന്ന് തോന്നുന്നു, ദാവീദ് രാജസ്ഥാനത്ത് വന്നു. ദാവീദ് രാജസ്ഥാനത്ത് വന്നപ്പോ ദാവീദ് തന്റെ സേനാധിപനായ സീബയോട് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സീബേ, നീയാണോ അടുത്ത് നിൽക്കുന്നത്? അതെ. അവൻ ഇവിടെ ഞാൻ ശൗലിന്റെ മകനായ യോനാഥാൻ നിമിത്തം ആരോടെങ്കിലും ദയ കാണിക്കേണ്ടതുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ പറയുക, ഒരുത്തനുണ്ട്, അവന്റെ പേര് മെഫീബോശത്ത് എന്ന്. അവൻ എവിടാന്നറിയാമോ? അവൻ 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 ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുക. ആ സ്ഥലത്തിന്റെ പേര് ലോദേബാർ എന്ന്. എന്നാൽ ലോദേബാറിന്റെ പ്രത്യേകത, അവൻ സമൂഹത്തിൽ തള്ളിക്കളയപ്പെട്ട, അവൻ മുടന്തർ താമസിക്കുന്ന ഒരു പ്രത്യേക മേഖല. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെ ലോദേബാറിൽ മെഫീബോശത്ത് താമസിക്കുക. കാര്യം എൻ്റെ അമ്മയുടെ ഉദരം മുതൽ 2 കാലും മുടന്തനായവനാ അവൻ മെഫീബോശത്ത്. പക്ഷേ ആ മെഫീബോശത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ ഒരു ദാവീദിനെ ദൈവം പുറത്തു കൊണ്ടുവരികയാ. ദൈവം പറയുന്നത് കേട്ടോ, ദാവീദ് പറയുന്നത് കേട്ടോ, ഞാൻ യോനാഥാന്റെ നിമിത്തം ആരോടെങ്കിലും ദയ കാണിക്കണമോ? അവൻ അവൻ സീബ പറയുക, ഒരുത്തനുണ്ട്, അവൻ മെഫീബോശത്ത്. അവൻ ദാവീദ് പറയുക, സീബേ, നീ രഥം പൂട്ടി ഓടിച്ചെന്ന് അവൻ ഹല്ലേലൂയ മെഫീബോശത്തിനെ എന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരിക. അന്ന് മുതൽ അവൻ മെഫീബോശത്തിന്റെ അടുക്കലേക്ക് സീബയുടെ രഥം കടന്നു ചെല്ലുന്നു. ദാവീദിന്റെ രാജ്യത്തിന്റെ കൊടിയുള്ള രഥം അവൻ മെഫീബോശത്തിനെ തേടി ചെല്ലുകയാ. മെഫീബോശത്ത് ദാവീദിന്റെ കൊട്ടാരത്തിൽ വന്നു. ദാവീദ് അവനോട് പറയാം, മെഫീബോശത്ത്, ഇന്നു മുതൽ നിന്റെ ആഹാരം എന്റെ മേശയിലാ.
എന്റെ മേശയിൽ നിന്ന് നീ മരിക്കുന്നത് വരെ ആഹാരം കഴിച്ചോളണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആമേൻ, ലോകം തള്ളിക്കളഞ്ഞ ആർക്കും വേണ്ടാത്ത ആമേൻ മെഫീബോശത്തിനെ ആമേൻ രാജാവിന്റെ രഥമയച്ച് കൊണ്ടുവന്ന് രാജഭോജനത്തിൽ ഇരുത്തി, രാജഭോജന പന്തിയിലിരുത്തി ആദരിച്ചു സ്ഥിതി മാറ്റി ഒരു ദൈവമുണ്ടെങ്കിൽ രക്തത്താൽ ജയ. ഈ പകൽ ദൈവാത്മാവ് ചിലരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ചിലരോട് ഹൃദ്യമായി ദൈവാത്മാവ് ഇടപെടുക. ഉള്ളം നീർന്ന ചില ജീവിതങ്ങൾ തള്ളിക്കളയപ്പെട്ടെന്ന്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടെന്ന്, എല്ലാവരാലും അവഗണിക്കപ്പെട്ടെന്ന് അവൻ തോന്നുന്ന ഹൃദയത്തിൽ അവൻ തോന്നലുമായിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് പകൽ ദാവീദിന്റെ രഥമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തന്നെ നിനക്ക് വേണ്ടി വെളിപ്പെട്ടിട്ട് അവൻ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പൊസിഷനിലേക്ക്, ഒരു മേഖലയിലേക്ക് നിന്നെ എക്സോൾട്ട് ചെയ്യാ ഈ പകൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ് എന്ന് പറഞ്ഞ അവൻ തള്ളിക്കളയപ്പെട്ട ദൈവവേദലേ, തകർന്ന ദൈവവേദലേ, നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവകരം ചലിക്കാൻ തുടങ്ങുക. രക്തത്താൽ ജയം. ബെന്യാമീനെ കുറിച്ച് ദൈവം പറയുക, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. ദൈവം അവന്റെ സ്ഥിതി മാറ്റാൻ തുടങ്ങി. ഇത് പകൽ ദൈവക്കളെ അവന്റെ സ്ഥിതി ദൈവം മാറ്റിയത് എങ്ങനെ? വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് അവൻ നമ്മുടെ സന്ദേശം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവൻ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവൻ യോസഫ് മിസ്രയീമിലെത്തി. മിസ്രയീമിൽ ചെന്ന ജോസഫിന്റെ അടുക്കൽ സഹോദരന്മാർ ധാന്യം കൈക്കൊള്ളാൻ പോയി. അവരുടെ കോൺവെർസേഷൻ നടന്നു. ഒടുവിൽ ജോസഫിന് തൻ്റെ സഹോദരനെ കാണാൻ ഇഷ്ടമുണ്ടായിട്ട് അവരെ വിളിച്ചു വരുത്തുന്നൊരു ചിത്രമുണ്ട്. വിളിച്ചു വരുത്തി ബെന്യാമീനെ കണ്ടപ്പോൾ തൻ്റെ അമ്മയുടെ പുത്രനെ കണ്ട സന്തോഷത്തിൽ തന്നെത്താൻ അടക്കുവാൻ കഴിയാതെ ജോസഫ് ഉള്ളിൽ കയറി കരഞ്ഞു. എന്നിട്ട് മുഖം കഴുകി മടങ്ങി വന്നവർക്ക് വിരുന്നൊരുക്കി. ശ്രദ്ധിക്കണേ, അവർക്ക് വിരുന്നൊരുക്കി. ജോസഫ് അവർക്ക് വിരുന്നൊരുക്കിയപ്പോ വേദപുസ്തകം ഇങ്ങനെ പറയാ, മൂത്തമവൻ മുതൽ ഇളയവൻ വരെ അതിൻ്റെ ഓർഡറിലിരുത്തി. അത് കണ്ടപ്പോ അവൻ സഹോദരങ്ങൾക്ക് തമ്മിൽ ഒരു സംശയം, ഈ അന്യജാതിക്കാരനായ ഈ മനുഷ്യനെ എങ്ങനെ അറിയാം ഈ ഓർഡർ? പക്ഷെ അവരറിയുന്നില്ല ജോസഫ് ആണെന്ന്. രൂബേൻ മുതൽ ബെന്യാമിൻ വരെ ഉള്ളവരെ ഓർഡറിലിരുത്തി. അവരുടെ കൊണ്ട് കൂടെ ഇരുന്ന് ജോസഫ് ആഹാരം കഴിക്കുമ്പോ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, ജോസഫ് തൻ്റെ ആഹാരത്തിന്റെ രാജകീയ ഭോജനത്തിൽ നിന്ന് എല്ലാവർക്കും പങ്കുകൊടുത്തു. പക്ഷെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തതിനേക്കാൾ 5 ഇരട്ടി ബെന്യാമീന് കൊടുത്തു. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? പാശ്ചാത്യ മണ്ഡലങ്ങളിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഇടയിൽ ഒരു പ്രത്യേക ചിത്രമുണ്ട്. ഇസ്രായേലിൽ ഒരുവനെ ഏറ്റവും കൂടുതൽ ആദരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് അവരെ ഏറ്റവും കൂടുതൽ ആദരിക്കാൻ ഇസ്രായേലിൽ ഒരുവൻ പദ്ധതി ഇടുമ്പോൾ അവർക്ക് വിരുന്നൊരുക്കിയിട്ട് ആ വിരുന്നിനകത്തെ പ്രധാന വിഭവം ഏതോ അത് ഏറ്റവും കൂടുതൽ ആർക്ക് കൊടുക്കുന്നോ അവനാണ് ആ വിരുന്നിലെ ഏറ്റവും വിശേഷതയുള്ള വ്യക്തി. മനസ്സിലാവുന്നല്ലോ? ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ ജോസഫ് മിസ്രയീമിൽ ഇസ്രായേലിലെ സഹോദരന്മാർക്ക് വിരുന്നൊരുക്കിയപ്പോ എല്ലാവർക്കും കൊടുത്തതിനേക്കാൾ 5 ഇരട്ടി ഓഹരി ബെന്യാമീന് കൊടുത്തെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരുത്തരിപ്പുണ്ട്, രൂബൻ, ഒന്നാമത്തെ മനുഷ്യൻ. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ ഇസ്രായേലിൽ ഒരുവൻ ആദരിക്കപ്പെടുന്നത് പലപ്പോഴും ആ വീട്ടിലെ മൂത്ത മകനാണ്. അവന്റെ ബർത്ത് റൈറ്റ് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രേഷ്ഠതയും വന്നു ചേരുന്നത് ജ്യേഷ്ഠാവകാശമുള്ള രൂബേന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രൂബേൻ ഉള്ളം കൊണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഈ ഈജിപ്തിലും മാനിക്കപ്പെടാൻ എന്നെ കൂടാതെ വേറെ ആരാ ഉള്ളത്? അവൻ യഹൂദ, അവൻ സ്തുതി എന്ന അവകാശമുള്ളവൻ, അവൻ റോയൽ ട്രൈബ്. അവൻ വിചാരിച്ചിട്ടുണ്ടാകും ഞാനാണ് ആദരിക്കപ്പെടാൻ യോഗ്യൻ. പക്ഷേ അവരെയെല്ലാം തള്ളി ആ അന്യദേശത്ത് അവൻ ജനത്തെ ആദരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ബെന്യാമീൻ 5 ഇരട്ടി ഓഹരി കൊടുത്തെന്ന്
പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ കൂട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ബെന്യാമ. എന്താ ബെന്യാമീനെ നീ ആദരിക്കപ്പെടാൻ കാര്യം? നിന്റെ അമ്മ നിന്നെ വേദനയുടെ പുത്രൻ എന്ന് പറഞ്ഞ് വിധി എഴുതിയതല്ലേ? അതെ. എന്നാൽ ഞാൻ ആദരിക്കപ്പെട്ടതിനൊരു കാരണമുണ്ട്. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരുടെ സഭായോഗത്തിൽ എല്ലാവരും ദൈവത്തെ ആരാധിച്ചെന്ന് വ്യത്യസ്തമായി ഒരു പൊട്ടനെ പോലെ ആരാധിച്ച എന്നെ നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് എന്നെ മാനിച്ചെന്റെ നാമത്തെ ഉയർത്താമെന്നുള്ളത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവാത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ നോക്കാതെ, സാധ്യതകൾ നോക്കാതെ, അവൻ നിന്നേക്കാൾ ശ്രേഷ്ഠന്മാരെ നോക്കാതെ ദൈവത്തെ ആരാധിക്കാൻ നീ തയ്യാറായ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റി എഴുതാൻ കഴിയുന്ന, ഓ ഹല്ലേലൂയ, അവൻ നിന്റെ സ്വന്തം ദേശത്തു മാത്രമല്ല അന്യദേശത്തും നിന്റെ നാമത്തെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽ ജീവിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുന്നു, അവൻ നിന്റെ സ്വന്തം ദേശത്ത് നീ ഒരു വേണ്ട, അവൻ അധികപ്പറ്റ, നിന്റെ സ്വന്തം കുടുംബത്തിൽ നീ ഒരു അധികപ്പറ്റ, നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നീ ഏതുമില്ലാത്തവനാ, നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ നീ ഏതുമില്ലാത്തവൻ. പക്ഷേ ഈ പട്ടണത്തിൽ നിന്നെ ആദരിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതി കൊണ്ട് കേട്ടോ. നിന്റെ പേര് മാറ്റി എഴുതാൻ എന്റെ ദൈവത്തിന് പദ്ധതി കൊണ്ട് കേട്ടോ. നിന്റെ ചരിത്രം മാറ്റാൻ എനിക്ക് പദ്ധതി കൊണ്ട് കേട്ടോ. ഇത് മകൾ ദൈവാത്മാവ് പറയുക, ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നീ ദൈവത്തെ ആരാധിക്ക. നിന്റെ ചരിത്രം മാറ്റുന്ന, ഓ രക്തത്താൽ ജയം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇങ്ങനെ പറയുന്നു, തകർന്നു പോകുമെന്ന്, രക്ഷപ്പെടത്തില്ലെന്ന് സാഹചര്യങ്ങൾ വിധി എഴുതുന്ന നിന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തിൽ ഇന്ന് പകൽ ഞാൻ പലരുടെയും തല കൈവെക്കേണ്ടതാ. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്ന നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൂത് കൈമാറുക. അവൻ ഒരാളോടല്ല, രണ്ടാളോടല്ല, പലരോട് ഈ ദൂത് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിനക്കൊരു ലേബൽ ഈ പട്ടണത്തിൽ ഉണ്ടാക്കാൻ, നിനക്കൊരു മേലെഴുത്തി പട്ടണത്തിൽ ഉണ്ടാക്കാൻ, തകർന്നെന്ന് പറഞ്ഞ നിന്നെ, അവൻ തകർന്നെന്ന് പറഞ്ഞ നിന്നെ, തകർന്നവളെന്ന് പറഞ്ഞ നിന്നെ, തകർന്നവനെന്ന് പറഞ്ഞ നിന്നെ ഈ പട്ടണത്തിൽ ഒരു പേര് നൽകി ആദരിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ നിന്നെ അറിയപ്പെടുന്ന മേഖലയിലേക്ക് എക്സോർട്ട് ചെയ്യുന്ന, ഇന്ന് പകൽ നീ അറിയപ്പെടാത്തവളായി കിടക്കുകയാ, ഇന്ന് പകൽ നീ അറിയപ്പെടാത്തവനായി കിടക്കുകയാ. ന്യൂകാസിലിന്റെ ഒരു മൂലയിൽ നീ ഒതുങ്ങിപ്പോകുമെന്ന് ശത്രു വിധി എഴുതുക. എന്നാ ഇല്ല, ദൈവാത്മാവ് പറയുകയാ, ഈ പകൽ നിന്റെ പേര് പുറത്തു കൊണ്ടുവരാ, നിന്റെ സ്ഥിതി മാറ്റി എഴുതുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ പകൽ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ദൂത് പറയുകയാ. കഴിഞ്ഞിട്ടില്ല. അവൻ സമയം വേഗത്തിൽ പോകുന്നില്ല, ഓടി ഞാൻ ആ ഭാഗത്തേക്ക് വരട്ടെ. ശ്രദ്ധിച്ചേ, ബെന്യാമീന്റെ ചരിത്രം അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. ബെന്യാമീന്റെ ചരിത്രം പഠിക്കുമ്പോൾ അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്താണ്? അവൻ ബെന്യാമീനെയും അവൻ സഹോദരങ്ങളെയും ജോസഫ് തിരിച്ചറിഞ്ഞു, അവർക്ക് വിരുന്നൊരുക്കി ആദരിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അവരെ ആദരിക്കാൻ പദ്ധതി ഇടുകയാണ്. ശ്രദ്ധിക്കണേ, കുടുംബത്തിനകത്ത് നിന്ന് ആദരവ് അല്ലേ കഴിഞ്ഞിട്ടില്ല, രാജ്യത്തിൻ്റെ ആദരവ്. ഇതൊക്കെ വെളിപ്പാടിൽ ദൂത് പറഞ്ഞാൽ പോകുന്നത്. അവൻ കുടുംബത്തിനകത്ത് വേദനയെന്ന് പറഞ്ഞവനെ കുടുംബത്തിനകത്ത് ആദരവ് കൊടുത്തു മാനിച്ചു ഒരു ദൈവം. അടുത്തത് എങ്ങനെയാ? അവൻ രാഷ്ട്രത്തിന്റെ ആദരവ്. എങ്ങനെയാ? ജോസഫിനോട് ഫറവോൻ പറയുക, നീ രഥമയക്കണം, നിന്റെ അപ്പനെയും സഹോദരങ്ങളെയും ഈജിപ്തിലേക്ക് കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്നു. അവരെ കൊണ്ടുവരാൻ പോകുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാ, അവർക്കെല്ലാവർക്കും ഓരോ നിലയങ്കി, ഓരോ ഉടുപ്പ് അവൻ ജോസഫ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, എല്ലാവർക്കും എന്നാ കൊടുത്തു? ഓരോ നിലയങ്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവൻ രാജകീയ വസ്ത്രം കൊടുത്തവരെ മടക്കി അയക്കുക. പക്ഷേ ബെന്യാമീനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബെന്യാമീനോ അവൻ 5 വസ്ത്രം കൊടുത്തു. ഹല്ലേലൂയ. എല്ലാ സഹോദരന്മാർക്കും ഓരോ വസ്ത്രം കൊടുത്തപ്പോ ബെന്യാമീൻ 5 വസ്ത്രം കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ലെന്നേ, അടുത്ത പദത്തിൽ എഴുതിയേക്കാം 300 വെള്ളിക്കാശ് അവൻ ബെന്യാമീന് കൊടുത്തെന്ന്. എന്നാ മനസ്സിലാകുന്നു ഇന്ന് പകലിൽ? ശ്രദ്ധിച്ചേ ദൈവമക്കളെ, അവൻ ആ വസ്ത്രം ആ രാഷ്ട്രത്തിൽ
ചരിത്രത്തിന്റെ ആദരവിനെ കാണിക്കുകയാ. 2, അവന്റെ കയ്യിലേക്ക് 300 വെള്ളിക്കാശ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും തോന്നില്ല. 300 പൗണ്ട് പോലെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അതിന്റെ ചരിത്രം പഠിക്കണം. യേശുവിന്റെ കാലഘട്ടം വന്നു. ശ്രദ്ധിക്കൂ, അവൻ ജോസഫിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, സ്തോത്രം, ഹല്ലേലൂയ, ജോസഫിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നത്. യേശു ജനിച്ച അനന്തരം യേശു പറഞ്ഞ ഒരു ഉപമയിൽ ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്. അവൻ ഓരോ വഴിയിൽ മെനക്കെട്ടു നിൽക്കുന്നവരെ അവൻ ആൾക്കാരെ യജമാനൻ തോട്ടത്തിലെ വേലയ്ക്ക് വിളിച്ചു. ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദിവസം 10,000 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ വേല ചെയ്താൽ ഒരു ദിവസം വേല ചെയ്താൽ കിട്ടുന്നത് എന്നാ? ഹലോ, ഒരു വെള്ളിക്കാശ്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളിക്കാശിന്റെ 1000 വർഷം മുമ്പുള്ള വാല്യൂ ഒന്ന് കണക്കാക്കാമോ? ഹല്ലേലൂയ. ഇന്ന് നമുക്ക് എറണാകുളം പട്ടണത്തിൽ 1 സെന്റ് സ്ഥലം ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് 1 സെന്റ് സ്ഥലം മേടിക്കണമെങ്കിൽ 18 ലക്ഷം രൂപയാണ് ഒരു സെന്റിന്. എന്നാൽ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ പുറകെ നടന്നിട്ടുണ്ട് 5000 രൂപയ്ക്ക് തരാമെന്ന്. മനസ്സിലാകുന്നോ? ഒരു 15-20 25 അപ്പുറത്തെ കാര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5000 രൂപയ്ക്ക് 20 വർഷം കൊണ്ട് ഇത്രയും വാല്യൂ കൂടിയെങ്കിൽ, ഈ വാല്യൂ ഇത്രയും വ്യത്യാസം വന്നെങ്കിൽ, ഒരു വെള്ളിക്കാശ്, ഹല്ലേലൂയ, അവൻ ജോസഫിന്റെ കാലഘട്ടത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു വെള്ളിക്കാശ് ഒരുവന് അവൻ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ കൂലിയാണെങ്കിൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ 300 ദിവസം അധ്വാനിക്കുന്നതാണ് അവൻ 300 വെള്ളിക്കാശ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തെ സാലറി. നിങ്ങൾ ചിന്തിക്കേ, ഇപ്പോൾ ഞാനിവിടെ ആരോ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസേ സ്റ്റീഫൻ ചാന, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാസേ 4,400 രൂപയായിരുന്നു ഇവിടെ ഒരു മണിക്കൂറത്തെ കൂലി. ഇപ്പോൾ 12 രൂപയ്ക്ക് അടുത്തുണ്ട്. ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 12 രൂപ വെച്ച് കൂട്ടിയെടുത്ത് ഒരു മണിക്കൂറിന് 12 പൗണ്ട് വെച്ച് 365 ദിവസം കൂട്ടിയെടുത്താൽ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ഉണ്ടോ അത്രയും എമൗണ്ട്. ഹല്ലേലൂയ. ഇന്നേക്കൊരു 1500 വർഷം മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് നിങ്ങൾ ആരായിരുന്നു? ഹല്ലേലൂയ. മനസ്സിലാകുന്നു മണി വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസഫിനെ വെറുതെ അല്ല അവൻ ദൈവം ആദരിച്ചെന്ന് പറയുന്നത്. അവനെ ഫിനാൻഷ്യലി, അവൻ സോഷ്യലി, ഫാമിലി പരമായി ആദരിച്ച ഒരു ദൈവമുണ്ട്. എന്താ ബെന്യാമീനെ? കാരണം ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും കൈവിട്ടവൻ ദൈവത്തെ ആരാധിക്കാൻ താല്പര്യപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ദൂതിങ്ങനെ പറയാം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്. ഹല്ലേലൂയ. നീ ഒരു പൊട്ടനെ പോലെ, നീ ഒരു പൊട്ടിയെ പോലെ സാഹചര്യങ്ങളെല്ലാം വിരോധമായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ഈ പകൽ താല്പര്യപ്പെട്ട നിന്റെ കുടുംബത്തിനകത്തുള്ള നിന്ന മാത്രമല്ല, ദേശത്തുള്ള നിന്ന മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ദൈവകരം ഈ പകൽ നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാ ഇന്ന് പകൽ നിന്നോട് പ്രവചിച്ചു പറയുകയാ. നീ ഇവിടെ വന്നിട്ടും നിന്റെ നിന്ന മാറിയില്ല, ഇവിടെ വന്നിട്ടും നിന്റെ അപമാനത്തിന് കുറവില്ല. അവൻ പറയുമ്പോ ബ്രിട്ടനില്ല, പക്ഷെ ജീവിതത്തിലൊന്നുമില്ല. അവൻ ജീവിതത്തിൽ നിന്നയല്ലാതെ പരിഹാസമല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവി പകൽ ദൂത് പറയുക, ഈ ന്യൂകാസിൽ പട്ടണത്തിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആരാധിക്കാൻ തയ്യാറായ അവൻ നിന്നെ നിന്ന മാറ്റി എഴുതി നിനക്കൊരു പുതിയ ലേബൽ നൽകാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ പകൽ ചലിക്കാൻ തുടങ്ങുക. കയ്യിട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, രാഷ്ട്രത്തിന്റെ ആദരം. ആ പദം ഒന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഈ നാട്ടിലെ ആർക്കും വേണ്ടായിരുന്നല്ലേ? നിന്നെ നാട്ടിൽ ആർക്കും വേണ്ടായിരുന്നു. അവൻ സ്കൂളിൽ ആർക്കും വേണ്ടായിരുന്നു. പഠിക്കുന്ന സ്കൂളിൽ നീ ഒരു പരാജയം, വീട്ടിനകത്തൊരു പരാജയം. ഞാൻ ഈ ദൈവിക തിരഞ്ഞെടുപ്പ് എന്നൊരു വിഷയം സാധാരണ പഠിപ്പിക്കാറുണ്ട്. ദൈവിക തിരഞ്ഞെടുപ്പ് എനിക്ക് ഇന്നും മനസ്സിലാകാത്ത ഒരു ചിന്ത, ഈ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ആഴം. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ കർത്താവ് പറയുന്നൊരു കണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ. നമ്മൾ സാധാരണ ദൈവിക തിരഞ്ഞെടുപ്പ്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തേക്കെന്നാണ് എഴുതിക്കുന്നത് അല്ലേ? ദൈവം നമ്മളെ, അല്ലോ ചേർന്ന് പറ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മളാണോ ദൈവത്തെ തിരഞ്ഞെടുത്തേ? അതെന്നാ എന്നാ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കാഞ്ഞേ? ചോദിച്ചല്ലോ. അതിന് അവസരം ദൈവം തന്നില്ല.
കാര്യം നമ്മൾ തിരഞ്ഞെടുക്കാൻ എടുക്കരാ. സ്തോത്രം. ജനിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയതല്ലയോ. അടുത്തിരിക്കുന്ന നേഴ്സറി സ്കൂളിൻ്റെ നേഴ്സറി സ്കൂളിലെ കുട്ടിയുടെ പെൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെൻസിൽ തന്നെ അന്ന് തുടങ്ങിയ തിരഞ്ഞെടുപ്പ്. പിന്നെ അത് കഴിഞ്ഞ് കാർട്ടൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ ബെൻറ്റൻ്റെ ബാഗ് ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകത്തില്ല. പിന്നെ സൂപ്പർമാൻ്റെ പടമുള്ള ഉടുപ്പ് അവൻ ബുക്കില്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ. തിരഞ്ഞെടുപ്പ് പലതാ. ഹല്ലേലൂയ. അങ്ങനെ 10ാം ക്ലാസ്സിൽ വന്നു, എങ്ങനെയോ മോഡറേഷൻ മേടിച്ച് ജയിച്ചു. സ്തോത്രം. അവൻ അത് കഴിഞ്ഞുടനെ കോളേജിൽ പോകാൻ ആപ്ലിക്കേഷൻ മേടിച്ചു. അവിടെ ഉണ്ട് ചോയ്സ്, 3 ചോയ്സാണ്, 1, 2, 3. അവൻ 210കാരനും ആദ്യത്തെ ചോയ്സ് എഴുതി. അവൻ സെക്കൻഡ് ഗ്രൂപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നതെന്ന് അറിയാമോ? ഡോക്ടർ ആകണം. 210 കിട്ടിയിട്ടുള്ളൂ, പക്ഷേ എന്തുവാ ചോയ്സ്? ഡോക്ടർ ആകണം. രണ്ടാമത്തത് അവൻ മാത്സ്. അവൻ എന്തുവാ? ഡോക്ടർ ആയില്ലെങ്കിൽ എഞ്ചിനീയർ ആകണം. പിന്നെയോ അതൊന്നും കിട്ടിയില്ലെങ്കിൽ BA BCom കിട്ടിയാൽ മതി. അവൻ കാര്യം എന്നാ? അവൻ കൊള്ളാത്തവനുള്ള ഗ്രൂപ്പാണ് BCom. ഞാനതാ പഠിച്ചേ. ഗ്ലോറി. അല്ലെങ്കിൽ എവിടുന്നു ശ്രദ്ധിച്ചേ. അപ്പം നമ്മുടെ ചോയ്സ് എവിടെയാ? നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ? ഏറ്റവും ടോപ്പായത് കിട്ടണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞു. അവൻ പ്രീഡിഗ്രിക്ക് വന്നു. പ്രീഡിഗ്രിക്ക് നല്ല ഗ്രൂപ്പ് നോക്കി തിരഞ്ഞെടുത്തു. അവൻ ജോലി തിരഞ്ഞെടുത്തു. അവൻ നല്ല വീട് തിരഞ്ഞെടുത്തു. നല്ല രാജ്യം തിരഞ്ഞെടുത്തു. ഇവിടെ വന്ന് ജോലിയൊക്കെ കിട്ടി. NHSൽ തന്നെ ജോലി കിട്ടി. അന്നേരമാണ് അവൻ മൊബൈൽ വാങ്ങിക്കണം തോന്നിയത്. iPhone 15 Pro തന്നെ മേടിച്ചു. സ്തോത്രം. കാര്യം എല്ലാവരുടെയും കയ്യിൽ എന്തുവാ? iPhone 15. എന്നാൽ എനിക്ക് Pro ഇരിക്കട്ടെ, നല്ലത് തന്നെ. ഹല്ലേലൂയ. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പോകുക. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സഹോദരൻ BMW X5 മേടിച്ചത്. അന്നേരം പറഞ്ഞു ഞാൻ X7 മേടിക്കുന്നുള്ളൂ. കാര്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തു അല്ലേ. പലതും അങ്ങനെ തെരഞ്ഞെടുത്തത്. ഈ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മൾ പറയാറുണ്ട്, അയ്യോ iPhone 15 Pro തിരഞ്ഞെടുത്ത് കഴിഞ്ഞുകൊണ്ടാണ് 16 Pro ഇറങ്ങിയത്. അന്നേരം പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി. നല്ല കാറ് നോക്കിയാൽ തിരഞ്ഞെടുത്ത്. അന്നേരമാണ് അപ്പുറത്തോടെ ഔഡി പോകുന്നത്. ഹല്ലേലൂയ. അയ്യോ കുറച്ചുകൂടെ ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ. അങ്ങനല്ലയോ നമ്മൾ. അതിൻ്റെ അർത്ഥം എന്നാ? നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്നാ. ശരിയല്ലേ? നമ്മൾ തന്നെ പറയാം, വാക്കും ഭാഷയും കൂടെ നമ്മൾ പറയാം കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. കല്യാണം കഴിഞ്ഞോണ്ട് അങ്ങനല്ലായിരുന്നോ? സ്തോത്രം. മാട്രിമോണിയൽ ഇട്ടു. പാസ്റ്ററോട് പറഞ്ഞു, എല്ലാം കണ്ടു. പിന്നെ ചാറ്റി ഒത്തിരി സംസാരിച്ചു. 2-3 വർഷമൊക്കെ സംസാരിച്ചു കൊണ്ടുവന്നു. ഒടുവിൽ നമ്മൾ ഇത് ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞാൽ പറയാം കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. സ്തോത്രം. നിങ്ങളുടെ കാര്യമല്ല. കാര്യം എന്നാ? നമ്മൾ തിരഞ്ഞെടുത്തതിനകത്ത് എവിടൊക്കെയോ പാളിച്ച. അങ്ങനെയുള്ള നിന്നെ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ അവസരം തന്നിരുന്നെങ്കിലോ? സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അങ്ങനെയുള്ള നിന്നെ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ അവസരം തന്നിരുന്നെങ്കിൽ നീ എന്നാ പറയും? ദൈവത്തെ തിരഞ്ഞെടുത്തിട്ട് കുറേ ആഴ്ച കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ. സ്തോത്രം. ഇതിലും നല്ലൊരു ദൈവത്തെ. അതുകൊണ്ട് നിനക്ക് ദൈവത്തെ ബാക്കിയെല്ലാം ചോയ്സ് നിനക്ക് തന്നു. ദൈവത്തെ തിരഞ്ഞെടുക്കാൻ മാത്രം എന്ത് ചെയ്തില്ല? പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയ ദൈവമക്കളെ. അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. എന്താ? ദൈവം പറയുകയാണ്. നമ്മൾ പറഞ്ഞു നല്ല മൊബൈൽ തിരഞ്ഞെടുത്തു. ഒരാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞു ഇതിനേക്കായി നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നു. നല്ല ഭാര്യയെ തിരഞ്ഞെടുത്തു. ഒരാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞു ഇതിനേക്കായി നല്ലത് കിട്ടിയേനെ. നല്ല ജോലി തിരഞ്ഞെടുത്തു. ഇതിനേക്കായി നല്ലത് കിട്ടിയേനെ. എല്ലാം നല്ല നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത്. സ്തോത്രം. പിന്നെ സഹോദരന്മാരോട് വിളിച്ചു ചോദിച്ചും ചിലത് ഫീഡ്ബാക്ക് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ റിവ്യൂ കൂടെ നോക്കും. 4.5 എങ്കിലും ഉണ്ടെങ്കിലേ എടുക്കൂ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ടും പരാജയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാ പറഞ്ഞത്, എൻ്റെ തെരഞ്ഞെടുപ്പ് പാളി. പക്ഷേ ഇന്ന് സന്ധ്യയിൽ ഒരു കാര്യമാണ്, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഇന്ന് വരെ പറഞ്ഞില്ല പാളിയെന്ന്. ഹലോ നിങ്ങൾ ചേർന്ന് വരുന്നുണ്ടോ? നിന്നെ നോക്കിയിട്ട് ഇന്ന് വരെ ദൈവം പറഞ്ഞോ എൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടെന്ന്? അല്ലല്ലോ. ദൈവം തെരഞ്ഞെടുത്ത് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. നമ്മുടെ രീതി വെച്ച് പറയാനാണ് ദൈവം എപ്പോഴേ പറയേണ്ടതാ നിന്നെ തെരഞ്ഞെടുത്തതിൽ പരാജയപ്പെട്ടു പോയെന്ന്. പക്ഷെ ദൈവം ഇന്ന് വരെ അത് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നീ നിന്റെ തിരഞ്ഞെടുപ്പിൽ ഒന്നും പിന്നീടൊരു ഫ്യൂച്ചർ കാണുന്നില്ല, ഒരു പോസിബിലിറ്റി കാണുന്നില്ല. പക്ഷേ നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന് ഇന്നു പകലിലും നിന്നിൽ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നീ പരാജയമാണെന്ന് മുഴു ലോകവും പറഞ്ഞാലും ഇന്നു പകൽ നീ പരാജയമല്ല. നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന് നിന്നിൽ സാധ്യത ഇന്നു പകലിലുമുണ്ട്.
സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാൻ ഒരു വചന വെളിപ്പാട് പറയാം. ആമേൻ, നിന്നെ നീ കാണുന്നത് പോലെ, നിന്നെ നിന്റെ കൂട്ടുകാർ കാണുന്നത് പോലെ, നിന്നെ നിന്റെ നാട്ടുകാർ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിന് വ്യത്യസ്തതയുണ്ട്. ദാവീദ് പറയുന്ന ഒരു പദമുണ്ട് സങ്കീർത്തനത്തിനകത്ത്. എന്താ ദാവീദ് പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും എന്നെ, ചേർന്ന് പറ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ. എന്നാ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. നല്ല മലയാളം. ഞാനിങ്ങനെ പറയാറുണ്ട്, ലഭിച്ച ട്രാൻസ്ലേഷനിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ എന്ന മലയാളം. എന്താ എഴുതിയേക്കുന്നത്? എൻ്റെ അപ്പനും അമ്മയും എന്നെ എന്താ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മലയാളിയോട് ഉപേക്ഷിച്ചു എന്നൊരു കാര്യം പറയണോ? മലയാളിയോട് ഉപേക്ഷിച്ചതിനെ കുറിച്ച് എന്താ ഉപേക്ഷിക്കുക എന്ന് പറയണോ? സ്വോത്രം വേണ്ട. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹല്ലേലൂയ. നമ്മളിവിടെ വന്നു. എവിടെ? ബ്രിട്ടനിൽ വന്നു. ഇല്ല, ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നില്ല. ഗൾഫിൽ ചെന്നു. ഞങ്ങൾ എൻ്റെ കാര്യം പറയുമ്പോൾ വിഷമമില്ലല്ലോ. ഗൾഫിൽ ചെന്ന്, ആദ്യമായിട്ട് ഗൾഫിൽ ചെന്നുണ്ടെങ്കിൽ വലിയ കാശൊന്നുമില്ല, കോൺട്രാക്റ്റും ഒക്കെ ആയിട്ട് പോയതാ. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യത്തിന് ഒരു വീട്, ഒരു ചെറിയ വീട് തരപ്പെടുത്തിയപ്പോൾ വീട്ടിനകത്ത് ഫർണിച്ചർ ഇടാൻ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ റമദാൻ വന്നത്. റമദാൻ വന്നപ്പോൾ റോഡിൽ കൂടെ നടന്നപ്പോൾ അറബിയുടെ വീടിന് മുമ്പിൽ ഒരു സോഫ ഇരിക്കുന്നു. സ്വോത്രം. അറബി ഉപേക്ഷിച്ചതാ. എന്താണെന്നറിയാമോ? അറബി നമ്മളിവിടെ പിന്നെ വഴിയിൽ നിന്ന് എടുക്കുക അല്ല, പകരം പൗണ്ട് ലാൻഡിലും പിന്നെ എവിടെ ഹല്ലേലൂയ ചാരിറ്റിയിലും ഒക്കെ പോയി എടുത്തുകൊണ്ട് വെച്ചേക്കുക. കുഴപ്പമില്ല, നമ്മുടെ സാഹചര്യം കൊണ്ടാ. ശ്രദ്ധിക്കട്ടെ. അതുപോലെ ഗൾഫിലെ ആൾക്കാരും അവരിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ നോക്കുക, എന്നാ നല്ല സോഫ ഇരിപ്പുണ്ടോ, നല്ല ഫ്രിഡ്ജ് ഇരിപ്പുണ്ടോ. അറബികൾ ഉപേക്ഷിച്ച സാധനമാണ്. അത് മലയാളി പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഒരു 6 മാസം അല്ലെ 1 വർഷം പോലെ, ചിലർ 25 വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. ചില അറബികളൊക്കെ ഉപേക്ഷിച്ച സോഫ 25 വർഷം ഉപയോഗിച്ചിട്ട് മലയാളി അതിനെ ഉപേക്ഷിക്കും. പിന്നെ ആയുസിൽ ഒരു മനുഷ്യനത് കൈകൊണ്ട് തൊടുകയല്ല. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? അതിൻ്റെ അർത്ഥം എന്നാന്നറിയുമ്പോൾ, ഉപേക്ഷിക്കേണ്ടത് എപ്പോഴാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. മനസ്സിലായില്ലല്ലേ? ഇന്ന് കുറേ നാൾ മുമ്പ് ഒരു കാര്യം പറയാം. കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു പേസ്റ്റ് ഉണ്ട്. പേസ്റ്റ് മേടിക്കും. പേസ്റ്റ് മേടിച്ചിട്ട് അത് ഞെക്കി ഞെക്കി ഒരു പരുവമാക്കും. അത് തീർന്നു കഴിയുമ്പോഴേ ഹല്ലേലൂയ അതിനകത്ത് 2 തള്ളവിരൽ അത് തറയിലോട്ട് വെക്കും. 2 തള്ളവിരൽ വെച്ച് താഴെ നിന്ന് മുകളിലോട്ടൊരു തിരുമ. സന്ധ്യയായി മുഷസുമായി 3-ാം ദിവസം. മനസ്സിലാകുന്നോ? പിന്നെ തള്ളിയ കാറ്റേ വരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് വിടുവോ? വിടുകയല്ല. എന്നിട്ട് എന്നാ ചെയ്യും? ടങ് ക്ലീനർ ഇങ്ങോട്ട് എടുത്ത് ആ പേസ്റ്റിന്റെ മൗത്തിനകത്തോട്ട്, പേസ്റ്റിന്റെ ട്യൂബിന്റെ മൗത്തിനകത്തോട്ട് കയറ്റി ഒരു കറക്കുണ്ട്. സ്തോത്രം. 4-ാം ദിവസവും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടും വിടുകയില്ല. അവസാനം പുറവശം പണ്ടത്തെ കൂട്ടി, ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് അല്ല, പണ്ടത്തെ അലൂമിനിയമാ. അതിങ്ങനെ വലിച്ചു തുറന്നിട്ട് അതിനകത്തോട്ട് ബ്രഷ് കയറ്റി ഒരു കറക്കുണ്ട്. സന്ധ്യയായി ഉഷസുമായി 5-ാം ദിവസം പിന്നെ ആ സാധനം എടുത്ത് ദൂരോട്ട് ഏറാം. കോൾഗേറ്റ് കമ്പനിക്കാരൻ അത് കണ്ടാൽ നിങ്ങൾ ഓടിച്ചിട്ട് തല്ലും. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? മലയാളി ഒരു സാധനം ഉപേക്ഷിക്കുന്നത് എപ്പോഴാ? പറഞ്ഞു തരണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു ബെഡ്ഷീറ്റ് മേടിച്ചാൽ ആദ്യം വിരിക്കും, പിന്നെ പുതയ്ക്കും, പിന്നെ കാറിനെ പുതയ്ക്കും, പിന്നെ തറ തുടയ്ക്കും, അതിനുശേഷം പുറത്തിട്ട് ചവിട്ടും, എന്നിട്ടേ ഉപേക്ഷിക്കുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? ഉപേക്ഷിക്കേണ്ടത് എപ്പോഴാന്ന് മലയാളിക്കറിയാം. അതിൻ്റെ അകത്ത് അതിൻ്റെ അർത്ഥം എന്നാ? ഉപേക്ഷിച്ച പിന്നെ അതിനെ കൊള്ളുകയല്ല. ഉപേക്ഷിക്കുക എന്ന പദത്തിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാകുന്നു? ഇനിയും അതിനെ ഒന്നിനും കൊള്ളുക അല്ല. ആ പദം ദാവീദ് ഉപയോഗിച്ചത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അർത്ഥം എന്നാന്നറിയുമോ? എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് അവർ മനസ്സിലാക്കി. ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പുറത്ത് കളഞ്ഞവനകത്തേക്ക് സ്വർഗം നോക്കിയിട്ട് ഇങ്ങനെയാ പറഞ്ഞത്. അവൻ കൊള്ളത്തില്ലെന്നല്ല. ഈശായിയുടെ മക്കളിൽ ദാവീദ് ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഈ പകൽ മനസ്സിലാകുന്നുണ്ട്? ലോകം വീതി എഴുതി തള്ളിയതിനകത്ത് ഒരു രാജാവിനെ കണ്ട കണ്ണാണ് നിന്റെ ദൈവത്തിന്റെ കണ്ണെങ്കിൽ ഈ പകൽ നിന്റെ സ്ഥിതി മാറ്റാൻ ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ പകൽ പറയൂ? ആമേൻ പറ്റുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ചിലരെ തള്ളിയതാ, അപ്പൻ ഉപേക്ഷിച്ചതാ, അമ്മ ഉപേക്ഷിച്ചതാ, ചാർച്ചക്കാർ ഉപേക്ഷിച്ചതാ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞതാ. എന്നാൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ഈ പട്ടണത്തിൽ ആദരിക്കാൻ നേഷൻസിന്റെ ഒരാദരവ് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ നിന്നോട് ദൂത് പറയുകയാ.
ആരോടാന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ ആമേൻ സ്തോത്രം ചെയ്തോ, ആരാന്നിലും സ്തോത്രം ചെയ്തോ. ദൈവാത്മാവ് പറയുക, നിന്നെ ഒന്നിനും കൊള്ളത്തിൽ നിന്ന് വിധി എഴുതി. നീ പഠിക്കുമ്പോൾ മോശമെന്ന് നിന്റെ ടീച്ചേഴ്സ് വിധി എഴുതി. ആമേൻ മെഡിക്കൽ സയൻസ് പഠിക്കുമ്പോൾ നീ വിധി എഴുതപ്പെട്ടവളാ. പക്ഷെ ഇന്ന് പകൽ പറയുന്നു, നീ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഒന്നും നിനക്കൊരു നല്ല ട്രാക്ക് റെക്കോർഡില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുക, ഈ രാജ്യത്ത് ഈ നേഷന്റെ ഒരു ആദരവ് നിന്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ നിന്നെ തേടി വരുന്ന ദിവസം അതിവിദൂരമല്ലെന്ന് ആത്മാവിന്ന് പകൽ ആരോടോ പ്രവചിച്ചു പറയുന്നു. അവൻ ഒരു രാഷ്ട്രത്തിന്റെ ആദരവ് ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലന്. ഞാനിത് വെറുതെ പറയല്ല. ആമേൻ. ദൈവാത്മാവ് പറയുക, ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവൻ ഈ സഭയ്ക്ക് ഒരു ലേബൽ ആ നിലയിൽ ആമേൻ ഈ രാഷ്ട്രത്തിൽ മലയാളികളുടെ ഇടയിൽ പലർക്കും കിട്ടാത്ത ഒരു ആദരവ് ഈ സഭയ്ക്കകത്ത് ചിലതിന് നൽകുക ദൈവത്തിന്റെ പദ്ധതി കൊണ്ട്. ഒരു നേഷന്റെ ആദരവ് ഇതിനകത്ത് ചിലരെ തേടി വരാൻ ദൈവം പദ്ധതി ഇടുന്നുവെന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറയുക. അത് നിന്റെ കരുത്ത് കൊണ്ടല്ല, നിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിന്റെ കുടുംബ പശ്ചാത്തലം കൊണ്ടല്ല, നീ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട്. രക്തത്താൽ നീ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് ആർക്കുമില്ലാത്ത ഒരു ആദരവിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കുടുംബത്തിനകത്ത് തള്ളപ്പെട്ട നിന്നെ കുടുംബത്തിനകത്ത് ആദരിക്കാൻ, അവൻ ദേശത്ത് തള്ളപ്പെട്ട നിന്നെ അവൻ വിദേശ രാജ്യത്ത് ആദരിക്കാൻ ദൈവം പദ്ധതി ഇടുന്നുവെന്ന് ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുക. പോരാ, സാമ്പത്തികമായി എരിങ്ങുന്ന നിന്നെ ആർക്കുമില്ലാത്തൊരു ഭദ്രത തന്ന സാമ്പത്തിക. ഞാൻ പ്രോസ്പെരിറ്റിയുടെ ഭാഷല്ല, ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കൈ ശൂന്യമെന്ന് വിചാരിച്ച് കരയുന്ന ദൈവവൈതലേ, നീ ദൈവത്തെ ആരാധിച്ചോ. പലർക്കുമില്ലാത്ത ഒരു സാമ്പത്തിക കെട്ടുറപ്പ്, ഒരു സാമ്പത്തിക ഭദ്രത അവൻ പലരെയും സഹായിക്കേണ്ടതിന് നിന്റെ കരത്തിലേക്ക് കൈമാറാൻ ദൈവമേ പട്ടണത്തിൽ പദ്ധതി ഇടുക. അവൻ ഇവിടെ നീ ശൂന്യമെന്ന് തോന്നുന്ന മണ്ഡലത്തിൽ ഒരു കൊയ്ത്തിനു നീ കരം ചലിപ്പിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ലെന്ന് ദൈവാത്മാവ് ഈ പകൽ പാപൻ ദൂത് പറയുക. അവൻ സമയം ഓടിപ്പോകും, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവൻ അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ ദൈവം പറയുക, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇസ്രായേലിൽ ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേലിന്റെ അടുക്കൽ ഇസ്രായേൽ ജനം വന്ന് പറയുകയാണ്, ഞങ്ങൾക്കും ജാതികളെ പോലെ ഒരു രാജാവിനെ വേണം. അവർക്ക് ജാതികളെ പോലെ ഒരു രാജാവിനെ വേണമെന്ന് പറയുമ്പോൾ ദൈവം ശമൂവേലിനോട് പറയുക, ശമൂവേലേ, ഈ ജനം നിന്നെയല്ല എന്നെയാ തള്ളിയത്. എങ്കിലും ഞാൻ അവരുടെ റിക്വയർമെന്റ് ആദരിക്കാൻ പോവുക. ഞാൻ അവർക്കൊരു രാജാവിനെ കൊടുക്കാൻ പോകുക. അങ്ങനെ രാജാവിനെ കൊടുക്കാൻ പോകുമ്പോൾ ശമൂവേലിന്റെ അടുക്കലേക്ക് കീശിന്റെ കഴുതിയെ തേടിപ്പോയ ശൗല് വരുന്നു. ശൗലിനെ മാറ്റി നിർത്തി ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശൗലിനോട് പറയുന്നു, ശൗലേ, നിന്നോട് യഹോവയുടെ അരുളപ്പാട് അറിയിക്കേണ്ട, നീ അല്പം നിൽക്ക, ഭൃത്യൻ മുന്നേ പോകട്ടെ. അങ്ങനെ മുന്നോട്ട് ഭൃത്യനെ പറഞ്ഞു വിട്ടിട്ട് ശൗലിന്റെ മേലേക്ക് തൈലക്കൊമ്പെടുത്ത് ദൈവത്തിന്റെ ദാസനായ ശമൂവേൽ തൈലം പകർന്നിട്ട് പറയുക, ഞാൻ നിന്നെ ഇന്ന് ഇസ്രായേലിന് രാജാവായി വെച്ചിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിങ്ങൾ ശ്രദ്ധിക്കണേ, രാജഗോത്രം വേറെ നിൽക്കുക. യഹൂദാഗോത്രമാ രാജഗോത്രം, യഹൂദാഗോത്രമാ റോയൽ ട്രൈബ്. പക്ഷേ ഇസ്രായേലിനൊരു രാജാവ് ആദ്യമായി രംഗത്ത് വരുമ്പോൾ വന്നത് ഹല്ലേലൂയ കീശിന്റെ മകനായ ശൗല. കീശിനെ കുറിച്ച് വേദപുസ്തകം വായിക്കുന്നത് അവൻ ബെന്യാമീൻ ഗോത്രക്കാരനെന്ന. ഇന്ന് പകൽ മനസ്സിലാകുന്നു ദൈവമക്കളെ, പലരുടെയും അവകാശത്തെ തള്ളി, പലരുടെയും ആദരവിനെ തള്ളി നിന്നെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഇതിനകത്ത് ദൈവശക്തി ചലിക്കാൻ തുടങ്ങുക. കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അവിടെ കൊണ്ട് തീരുന്നില്ല. പുതിയ നിയമത്തിലേക്ക് പാട്ടുകാരൻ മുന്നോട്ട് പറഞ്ഞത് ദയവായി പ്ലീസ്. പുതിയ നിയമത്തിന്റെ ഭാഷ പഠിക്കുമ്പോൾ
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. 12 അപ്പോസ്തലന്മാരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. 12 പേർക്ക് വേണ്ടി 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. 12 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒരുവൻ അവൻ യൂദ, അവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയി. ശ്രദ്ധിക്കണേ, അവൻ യൂദ യേശുവിനെ തള്ളിപ്പറഞ്ഞ് യേശുവിനെ വിറ്റ് അവൻ വേർതിരിച്ച പദവി നഷ്ടപ്പെടുത്തി മാറിപ്പോയി. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരുവനെ ലഭിക്കേണ്ടതിന് പത്രോസും അപ്പോസ്തലന്മാരും കൂടെ ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീണു. പക്ഷെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ ചീട്ടിട്ട ഭാഗമല്ലാതെ വേറെ ഒരു ചരിത്രവും മത്തിയാസിനെ കുറിച്ച് വേദപുസ്തകത്തിലില്ല. അതിന്റെ അർത്ഥം എന്ന് അപ്പോസ്തോലക ഗണത്തിലേക്ക് മത്തിയാസിനെ ദൈവം കണ്ടില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് അത്യുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു വെള്ളി വെളിച്ചം കൊണ്ട് ഒരുവനെ തട്ടി താഴെയിട്ടു. എന്നിട്ട് ദൈവം പറയുക, ഞാൻ ഇവനെ ജാതികൾക്ക് അപ്പോസ്തലനായി വേർതിരിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ, ഹല്ലേലൂയ, ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് പകല് ഞാൻ സന്ദേശം അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ചേ, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. 11 അപ്പോസ്തലന്മാരുണ്ടായിട്ട് അവരാരും ചെയ്യാത്ത ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ഏറ്റവും ഉന്നതനായ മനുഷ്യൻ പൗലോസാണ്. അവൻ അപ്പോസ്തലന്മാർ ലേഖനം എഴുതിയിട്ടുണ്ട്, എന്നാൽ പൗലോസിന്റെ അത്ര ലേഖനം അവർ എഴുതിയിട്ടില്ല. അപ്പോസ്തലന്മാർ സഭ സ്ഥാപിച്ചിട്ടുണ്ട്, അപ്പോൾ പൗലോസിനെ പോലെ സഭ സ്ഥാപിച്ചവരാരുമില്ല. അപ്പോസ്തലന്മാർ യാത്ര ചെയ്തിട്ടുണ്ട്, പൗലോസിനെ പോലെ യാത്ര ചെയ്തവരാരുമില്ല. എല്ലാ നിലയിലും ഈ ലോകത്തിന്റെ നെറുകയിൽ ഒരു അപ്പോസ്തലത്വത്തിന്റെ ശ്രേഷ്ഠതയിൽ കൊണ്ടു നിർത്തി ഒരേ ഒരു മനുഷ്യൻ പൗലോസാണെങ്കിൽ അവനെ കുറിച്ച് പറഞ്ഞ ബന്ധമില്ല, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. എന്നാ കാര്യമെന്നറിയാമോ? അപ്പൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഒന്നുമില്ലായ്മയുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, അവൻ വേദനയുടെ ജീവിതത്തിന്റെ നടുവിൽ, നുറുങ്ങി തകർന്ന ഹൃദയവേദനയുടെ നടുവിൽ ഒരു പൊട്ടനെ പോലെ ദൈവത്തെ ആരാധിച്ചവനെ നോക്കി സ്വർഗം പറഞ്ഞ വാഗ്ദത്തമാണ്, അവരുടെ ഇടയിൽ ചെറിയ ബെന്യാമീനുണ്ട്, അവൻ അവരുടെ നായകനായി മാറാൻ പോകുകയാ. സ്വർഗം നിന്നോട് പറഞ്ഞതൊന്നും മറക്കില്ല കേട്ടോ. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ഒന്ന് വേഗത്തിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എല്ലാവരും ഇത് പകലിൽ ഹല്ലേലൂയ കേട്ട വചനത്തിന് മുൻപാകെ നിങ്ങളെ ഒന്ന് സമർപ്പിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽ ചിലരെ തൊടുന്ന പകലായി മാറിയിരിക്കുകയാണ്. ചിലരെ ഹൃദ്യമായി വചനം കൊണ്ട് ദൈവാത്മാവിന്ന് പകൽ സന്ദർശിച്ചിരിക്കുകയാ. ചിലരെ ദൈവാത്മാവിന്ന് പകൽ ആളുമാറ്റിയിരിക്കുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പട്ടണത്തിനകത്ത് നിനക്കൊരാദരവ് തരുവാൻ ആത്മീകമായി മാത്രമല്ല, ഭൗതിക മണ്ഡലങ്ങളിൽ മാത്രമല്ല, ഔദ്യോഗിക മണ്ഡലങ്ങളിലും രാഷ്ട്രത്തിന്റെ ആദരവ് ഉൾപ്പെടെ നൽകി നിന്നെ ആദരിക്കാൻ പദ്ധതിയിടുന്ന ഒരു ദൈവിക ഇടപെടൽ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ ആദരങ്ങൾ ചലിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം ആദരങ്ങളെ ചലിപ്പിക്കുന്നു. അവൻ നിങ്ങൾ ഇങ്ങനെയല്ല ദൈവത്തെ ആരാധിക്കുന്നത്, ഇങ്ങനെയല്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങൾ കേട്ട ദൂതിനോട് മുമ്പാകെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത്. ഈ വചനം വിശ്വസിക്കുന്നവരിൽ ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങുക. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ ആ ഭാഗം പറഞ്ഞു വിട്ടത്. ഇത് നീ കേട്ടു വെറുതെ പോകില്ല. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇത് വ്യാപരിക്കാൻ തുടങ്ങുക. ഈ ദിവസങ്ങൾ എഴുതി വെച്ചോ. ഈ ദിവസങ്ങൾ അതിന്റെ റിസൾട്ട് നീ കാണാൻ പോകുകയോ. നിന്നെ ആള് മാറ്റുന്ന, നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവപ്രവർത്തി. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദേ നിനക്കും ഒരു കൊയ്ത്തു വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നത് പോലെ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് മകൻ സഭയോട് ദൈവാത്മാവ് പറയുക, അവൻ നിന്റെ സ്ഥിതി മാറ്റാ, നിന്റെ ഗതി മാറ്റാ, നിന്റെ ജീവിതം മാറ്റാ, നിന്റെ സാഹചര്യങ്ങൾ മാറ്റി എഴുതാ, നിന്റെ നിന്ന മാറ്റി എഴുതാ. ഈ പകൽ ദൈവകരം ചലിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. അല്പസമയം ആദരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ച് ഈ ദൂതിന് മുൻപാകെ നാമേ പറ, നിന്റെ മേലേക്ക് ഒരു ദൈവശക്തി. ദൈവിക വിളിയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ദൈവിക
വലിയ പദ്ധതിയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. നിന്നെ എല്ലാവരും തള്ളിയതാ, നിന്നെ എല്ലാവരും ഉപേക്ഷിച്ചതാ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവനെ ചേർത്തുകൊണ്ട് അവൻ ആർക്കും കാണാത്ത ശ്രേഷ്ഠത ഇന്ന് പകൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഒരു പോസിബിലിറ്റി നിന്റെ ജീവിതത്തിൽ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. ഒന്നൊരുമിച്ച് ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ ചേർന്ന് പാടി 1-2 നിമിഷങ്ങൾ ആത്മാവിലൊന്ന് ആരാധിക്കാം. മനുഷ്യരെ കാണിക്കാനല്ല, ഒരുമിച്ച് മനുഷ്യരെ കാണിക്കാനല്ല, നിന്റെ ദൈവത്തിനെ കണ്ട് ഈ പകൽ നിന്റെ മേലെ ഇറങ്ങി വരിക. തങ്കലേകാഗ്ര ചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് നിന്റെ മേലെ ഇറങ്ങുന്ന പകലാണ്. അവന്റെ ദൃഷ്ടിയുടെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ നിന്ന പറഞ്ഞിട്ടില്ല, നിന്റെ വേദന മറന്നിട്ടില്ല, നിന്റെ തകർച്ച മറഞ്ഞിട്ടില്ല, നിന്റെ അപമാനം മറഞ്ഞിട്ടില്ല, നിന്നെ എഴുതിത്തള്ളിയത് മറഞ്ഞിട്ടില്ല, നിന്റെ ശൂന്യത മറഞ്ഞിട്ടില്ല. സകലവും നഗ്നവും മലർന്നുമായി അവന്റെ കണ്ണിന് മുമ്പിൽ കിടക്കുക. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുക. അവൻ ഒരുമിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട. ആമേൻ, ആമേൻ. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട. ആമേൻ, ആമേൻ. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാലോ, ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ദയ തോന്നി എന്റെ മേൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു
യേശു ജീവിക്കും. ആ കരങ്ങളെ അടിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവത്തെ മാറ്റപ്പെടുത്തിയാട്ടെ. ആമേൻ ഹല്ലേലൂയ. ഒന്നുമില്ലായിരുന്ന ഏതുമില്ലായിരുന്ന നമ്മെ തിരഞ്ഞെടുത്ത് ഇത്രത്തോളം യോഗ്യമാക്കിയത്. ആമേൻ ഹല്ലേലൂയ. ആരാധിക്കുവാൻ കഴിയുമോ? അന്യഭാഷകളിൽ നന്ദി പറയുവാൻ കഴിയുമോ? ആമേൻ ഹല്ലേലൂയ. യെസ് ഓ ജീസസ്. ഒരു യോഗ്യനുമില്ലായിരുന്ന നമ്മെ ഇത്രത്തോളം തിരഞ്ഞെടുത്ത് ഇത്രത്തോളം മാനിപ്പാൻ. ആമേൻ ഹല്ലേലൂയ. യെസ് ഓ ജീസസ്. Oh Jesus, Jesus, we praise you. Yes, അവഗണിക്കപ്പെട്ട തള്ളപ്പെട്ട നമ്മെ ആമേൻ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത്